നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ब्रह्मरूपं हे राम राम कृष्ण, जगद्वन्द्यरूपं हे राम राम कृष्ण, चिदानन्दरूपं सदा गम्यरूपं सदा भक्तपोषं परं ज्ञानकोशम्. Com atenção, meus olhos abertos estão. Hold it tight, then let it go. We're all the same, all is one, let it flow. Devaki Nandana Draupadi Rakshaka Pudana Mokshada Baba Vimojana.
മനുഷ്യനെ കിടത്ത് ഉറപ്പില്ല ഈ ആഫ്രിക്ക എന്നുള്ള. നിങ്ങൾ എത്ര ഇടന്ന് വിളിച്ചാലും ഞാൻ എടുക്കൂല തള്ളേ. കള്ള 8 തവണ വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കാത്തോണ്ട് നിങ്ങൾ ചട്ടയും വലിച്ചേറ്റി പൂക്കളുള്ള പരട്ട മുണ്ട് കൊടുത്തോണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്നിട്ട് ആ ബോൾട്ട് ഇളകിയ മുട്ടുകാലം വെച്ചോണ്ട് ഇങ്ങനെ രാഗി ഇവിടം വരെ എത്തുമ്പോഴേക്കും മിനിമം 20 മിനിറ്റ് എടുക്കും. അതിന്റെ പകുതി സമയം മതി തള്ള എനിക്ക് ഇവിടുന്ന് മുങ്ങാനായിട്ട്. ഫോൺ വെക്കള്ളേ. ആ തള്ളക്ക് ബോധം വെച്ച്. സുപ്രഭാതം. അതെ, ആ തള്ള ഇരുമ്പോലെ ഇറങ്ങി വരുമ്പോഴേ കാറോ ജീപ്പോ ഒന്നും വേണ്ട, ചെറിയൊരു സൈക്കിൾ ഇടിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ നോക്കും. വാടക കേസിൽ നിന്ന് ഒഴിവാൻ വേറെ വഴിയില്ലാത്തോണ്ടാണ്. ഒന്ന് ശ്രമിക്കുവായി. ഞാൻ നപ്പിയിട്ട് റെഡി ആയിട്ട് വരാം. തള്ളയുടെ വിളി വന്നിരുന്നു ഞാൻ പെട്ടെന്ന് നപ്പിയിട്ട് വെക്കാം. കാത്തോളെ, മനസാക്ഷി ഉണ്ടെങ്കിൽ ഇന്ന് പുതിയ വള്ളിയൊന്നും കൊണ്ടൊന്നും തരരുത്. ഈ വാണപ്പനൊന്നും ഒരു പണിയില്ല. രാവിലെ എന്നെ വിളി തുടങ്ങി. നല്ലൊരു ദിവസം തന്നെ തരണം. ഹലോ അമ്മച്ചി. അമ്മച്ചിനെ കണ്ടില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 5 തവണ ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്തപ്പോ നിന്നെ നേരിട്ട് പൊക്കാൻ വേണ്ടിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആ കലക്കന്റെ കടയിൽ നിന്ന് ഒരു വാട്ടച്ചായം കുടിച്ച് നീട്ടി വലിച്ച് ഞാൻ ഇവിടെ എത്തുമ്പോ 20 മിനിറ്റ് കഴിയും. ആ സമയം കൊണ്ട് നീ മുങ്ങും, ഞാൻ മൂഞ്ചും. അതാണല്ലോ പരിപാടി. അതിനി നടക്കത്തില്ല. മാറിയിക്കട അങ്ങോട്ട്. ഉള്ള കഴിവേറി ഇറങ്ങി ഓടിയല്ലോ കൊണ്ടാ. ഇതി പറയട്ടെ. ഞാൻ ഇവിടെ നിന്നോളാം പറ്റി. നിന്നെ ഇങ്ങനെ നിർത്തിയതാ എനിക്ക് പറ്റിയത്. 6 മാസത്തെ വാടക കുടിശ്ശിക 22,000, കറണ്ടിന്റെ വെള്ളത്തിന്റെ 2,200. ഇപ്പൊ തരാ, നാളെ തരാം, മറ്റന്നാ തരാന്ന് പറഞ്ഞ് പലപ്പോഴായിട്ട് നീ എന്നോട് വാങ്ങിച്ച 48,000. ഇവിടുത്തെ അടുക്കളയിലിരുന്ന് എന്റെ കെട്ടിയ വാസ്കോയുടെ പേരുള്ള ഗ്യാസ് സിലിണ്ടർ മറിച്ച് വിറ്റ് 1,300. നീ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാ താഴെ താമസിക്കുന്ന പെട്ടത്തലം തണ്ടിയില്ലേ, അയാള് വന്ന് വാങ്ങിച്ച 2,000. ആകെ മൊത്തം 75,500. നീ കുലുക്കിക്കോ. ഈ മാസം 10-ാം തീയതി എന്റെ മുഴുവൻ പൈസ എന്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ മോനെ അഭിനന്ദന, നിന്നെ ഞാൻ ഈ കൊച്ചിന്ന് കടത്തിയിരിക്കും. കൊടത്തു എന്ന് പറഞ്ഞ മേഴ്സിക്കുട്ടി കൊടത്തിയിരിക്കും. പിന്നൊരു കാര്യം, 10-ാം തീയതി വിളിച്ചു വീട്ടിൽ കൊണ്ടു തരാം, കടയിൽ കൊടുത്തേക്കാ, അക്കൗണ്ടിൽ ഇട്ടേക്കാ, ഇങ്ങനെയുള്ള നിന്റെ സ്ഥിരം പരിപാടികളൊന്നും നടക്കുകയില്ല. അയ്യപ്പന്റെ അടുത്തോ അവന്റെ പുലിയോളി. അവന്റെ ഒരു മഞ്ഞ ഷർട്ടും ഓഞ്ഞ താടി കൊള്ള ലക്ഷണവും. ഈ പൂള കുടിക്കണ കാശുണ്ട് എന്റെ വാടക തരാലോടെ ഊളെ. അതിന് ഞാൻ അങ്ങനെ കുടിക്കാറില്ല അമ്മച്ചി. വഴി കിടന്ന് പെറുക്കി വെച്ച വിൽക്കാനായിട്ട്. അയ്യോ, നീ എന്റെ ആക്രി പെറുക്കാരനോ? വേറെ വിളിച്ച് വിൽക്കാതിരുന്നാ മതിയായിരുന്നു. കൊണ്ടോരക്കോലിനൊക്കെ പൊണ്ടാരടങ്ങുമല്ലോ. ഈ പോണ പോക്കിനങ്ങോട്ട് വിളിച്ചേക്കാവോ? എന്ത് സാധനവും തള്ള. സ്വന്തമായിട്ട് കുറെ വാടക വീടുണ്ടെന്നുള്ള അഹങ്കാരമാണ്.
മറ്റൊരു മൂഞ്ചിയ ദിവസം. ഞാനിലൊക്കെ വായിലിരിക്കണ തെറിയേക്കണോ? ഹോംവർക്ക് ഇതില്ലടാ. എടാ ടെങ്കു, നിന്ന് ബൈക്കിന്റെ സ്കൂളിൽ പോണേ? നിന്റെ അപ്പൻ എന്തിടാ? രാവിലെ പോയല്ലോ. ഇത്ര നേരത്തെ? ആ, എങ്ങാണ്ടൊക്കെ പോണോന്ന് പറഞ്ഞ് രാവിലെ വണ്ടി എടുത്തോണ്ട് പോണുണ്ടു. എന്താടാ കാര്യം? ഒന്നുമില്ല. എടാ ഇങ്ങനെ സ്കൂളിൽ പോയി അപ്പന്റെ കാശുള്ള ഏതെല്ലാം പണിക്ക് പോടക്കാം. നീ വല്ല പണിക്കോടാ. അവന്റെ ഒരു സ്പൈക്ക്. എടാ ബ്രൂണോ, രാവിലെ ഇറങ്ങിയ വിളിപ്പിച്ച് വണ്ടിയിലാണ്ടാക്കോ? പോടാ പോടാ, നീന്റെ പാടേക്ക് പോടാ. വാർഡ് 15 അതെ അതെ. ആനന്ദേട്ടാ, ഒരു ഇഷ്ടം പൊട്ട്, ഇത്തിരി ബീഫ്, ഒരു ചായ, 2 പഴം. 66 താറാമട്ടം കൊണ്ട് കണ്ടിട്ടാ. പറ്റാണല്ലേ? എന്താ പറ്റാണല്ലേ? പറ്റാണെങ്കിലേ 4 രൂപയുടെ ചേർത്ത് വലിച്ചാ മതി. അയ്യോ, എനിക്ക് തൊണ്ടയ്ക്ക് പിടിക്കില്ല. ആ കാശ് തന്നില്ലേ ഞാൻ നിന്റെ തൊണ്ടക്ക് പിടി. എനിക്കറിയാം, പറ്റീരാവും, ഞാൻ മൂഞ്ചും. അതാണല്ലോ ചരിത്രം. ഞങ്ങൾ നല്ല കമ്പനിയാണ്. ലൈറ്റ് വല്ലോ ഇവിടെ എങ്ങും ഇല്ല. കാശ് തരാടെ പോയി. ഓ, എങ്ങനെ പറ്റിച്ചിങ്ങനെ തൊണ്ടേന്ന് ഇറങ്ങണ്ടാപ്പ. വേറെ നല്ലടോ എന്റെ കട ക്ലച്ച് പിടിക്കാതെ ആട്ടടക്കെ. ചേട്ടാ തീപ്പട്ടി ഒന്ന്. തീപ്പട്ടി അല്ല നീയാ, തീപ്പെട്ടി, അതാണ് കറക്റ്റ്. പട്ടി അല്ല പെട്ടി. വെരി ഗുഡ്. വണ്ടിയാണെന്ന് തോന്നുന്നു. അളിയ പറ. എന്ത് പറയാൻ? എന്റെ കാശ് തിരിച്ചാടാ. എടാ ഞാനിവിടെ ഒരു ഓട്ടം വന്നേക്കാണ് ഗുരുവായൂർ അമ്പലത്തിൽ എറണാകുളത്ത് വന്നിട്ട് കുറച്ചാളായി. നീ എവിടെയെങ്കിലും പോയി കിടക്ക, എന്റെ കാശിന്റെ കാര്യം പറ. ഇവിടെ പ്രശ്നം വന്ന് ഞാൻ വിളിക്കാം. ഓക്കെ, വെക്കലേ. മെസ്സേജ് ഇതല്ലേ ഇപ്പൊ തന്നെ ഇൻഷുറൻസ് അയക്കണേ. പ്രവീൺ ഇടുക്കി. ഇവന്റെ അടുത്തുനിന്ന് മാത്രം കാശ് കടം ചോദിച്ചിട്ടില്ല. താടി ബ്രോ. ഹലോ. എടാ നാണാവൂലടാ നാറി, ഫുൾ ഉടായ്പാണല്ലോ. ഒന്ന് നിർത്തിക്കൂടലയാ. നീ എവിടെയാണ്? എടാ ഇവിടെ എന്റെ റെഡ് കളർ സ്വിഫ്റ്റ് കിടക്കുന്നുണ്ട്, നീ ഇങ്ങോട്ട് നോക്കി. കണ്ട ഹലോ. എന്ത് ആടേ ഒരു ഫ്രണ്ട്. അത് ചേറ്റി പോയല്ലേ? ചെറുതായിട്ട്. ആ ശിവോട്ടാ, നീ എവിടെയാണ്? ഞാൻ ജംഗ്ഷനിലുണ്ട്. നീ ഫ്രീ ആണോ? ആ ഫ്രീയാ. പറ ശിവോട്ടാ. എടാ ഒരു അത്യാവശ്യം ഓട്ടം ഉണ്ട്, നീ ആ കുരിശുപള്ളിയുടെ അവിടെ ഒന്ന് ചെന്നേ. ലോങ് ആണോ? ആണെന്നാ തോന്നണേ. ആ ഏതോ അമ്പലത്തിൽ കണ്ട് പോവാന്. ശരി. എടാ വേഗം ചെല്ലണേ. ആ വിളിക്കാം. എന്തെങ്കിലും ശരിയാവൂടോ. ഇത്തിരി സമയം എടുക്കും ചേട്ടാ, ഈ തുരുമ്പൊക്കെ ഒന്ന് ഇളക്കി എടുക്കണ്ടേ. ഓ വേഗം ചെയ്യുന്ന. സ്പീഡാക്ക. എന്ത് സ്പീഡാക്കാനാണ്? ഞാനേ ശിവേട്ടൻ പറഞ്ഞിട്ട് വന്നാ. കേറിക്കോളൂ, അതേ കേറിക്കോ മച്ചി. എന്നാ പറ്റിയത്? അതല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നു. കേറിക്കോ. ഇവിടെ ഒരു ശ്രീകൃഷ്ണന്റെ അമ്പലമുണ്ട്, അങ്ങോട്ടേക്കാ. ആ കേറിക്കോളൂ. ഉണ്ടായിരിക്കട്ടോ, ശ്രദ്ധ കളയല്ലേ. അഡ്ജസ്റ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കും. നട അടച്ചാവോ? ഇല്ലെന്നേ, നട അടയ്ക്കാനൊക്കെ സമയമുണ്ട്. ശിവോട്ടാ, എന്താടാ ഇതിപ്പോ ലോങ്ങാന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിലേക്കാണല്ലോ. അതിപ്പോ എനിക്കറിയാവോ, നീ കിട്ടണ ഓട്ടം പിടിക്കടാ. എന്റെ പൊന്ന് ശിവുവേട്ടാ, നിങ്ങക്ക് വല്ല ഓട്ടോയും വിളിച്ചു കൊടുത്താ പോരായിരുന്നു? ഞാൻ വല്ല ഗുരുവായൂരോ പളനിയൊക്കെയാണെന്ന് വിചാരിച്ചു. അത്രയും ദൂരമൊക്കെ നിന്റെ വണ്ടി ഓടോടെ. നീ ഇപ്പൊ അവരെ കൊണ്ട് വിടാൻ നോക്ക്. ചെല്ല്.
ആ ശരി. കേറ് മോനെ പോവാ. ഈ കൃഷ്ണനമ്പലല്ലേ, ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. ഓ ആയിക്കോട്ടെ. അമ്മാവൻ അറിഞ്ഞായിരുന്നോ പെട്രോളിന് ഇന്നും വില കൂട്ടിയേ? ആ അതെ അതെ. അപ്പുറത്തെ വഴിയാണെങ്കിൽ കൊടുക്കുന്ന ട്രാഫിക്കും. ആ അതെന്നും ഉള്ളതാണല്ലോ. വന്നോളൂ, ഇതാണ് അമ്പലം. കൃഷ്ണ മതി മതി, പിടിക്കണോ? പിടിയാ. എത്രയും മോനെ ഇതിന്റെ ചാർജ്? അത് 650 രൂപ. ചേഞ്ച് രാവിലെ ഫസ്റ്റ് ഔട്ട് ആയതുകൊണ്ട്. ഇരിക്കട്ടെ ഇരിക്കട്ടെ. വാ ശരി. വാ നടക്ക്. വേണം കഴിക്കടി. വേണം. വേണ്ട, ഞാൻ കഴിച്ചോളാം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതെ, കപ്പലണ്ടി കഴിക്കാനാണെങ്കിൽ ഇങ്ങ വരെ വരേണ്ട ആവശ്യം ഇരിക്കാം. വാങ്ങിയിട്ട് വീട്ടിലിരുന്ന് സാപ്പിട്ടാ പോതുല്ലേ? എന്താണ് പരിപാടി? കൊറേ നേരമായിട്ട് ഇരുന്ന് ആലോചിക്കണ്ടല്ലോ. എന്ത് പരിപാടിയൊന്നുമില്ല. പനി വരാൻ കൊണ്ടോന്നൊരു സംശയം. വീട്ടിൽ ചെന്നിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങണം. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ചൂടുവെള്ളത്തിൽ കടന്ന് ചാടുന്ന കാര്യമല്ല പറഞ്ഞത്. എടി ഞാനും ചൂടുവെള്ളത്തിൽ കിടന്ന് ചാടുന്ന കാര്യമല്ല പറഞ്ഞത്, കുളിക്കണാര്യം പറഞ്ഞു. കുളിക്കണാര്യം ജോക്ക് വന്ന് നിർത്തി നിങ്ങളാ. ഓപ്പ് കല്യാണം കഴിക്കണ്ടേ? കഴിക്കാം, സമയമുണ്ടല്ലോ. എന്റെ പൊന്നു മനുഷ്യ തമാശ നിർത്ത്. ഞാൻ എന്താ കാര്യം തള്ളിടുവേ? എന്താണ് നിനക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത? വേറെ ഏതാ സെറ്റപ്പ് ഇരിക്കാ? ഏൻ കിട്ടയാ കേക്കുറേ? എനിക്ക് വേറെ സെറ്റപ്പ് ഉണ്ടാവാനാ? നീയല്ല എന്റെ ഏക സെറ്റപ്പ്. ആമാ ആമാ. എന്റെ പൊന്നബി സത്യം പറയാണ്, വീട്ടിൽ എനക്കൊരു സമാധാനമില്ല. അപ്പൊ ആണെങ്കിൽ എന്നെ കെട്ടിച്ചു വിടുന്നു പറഞ്ഞു ഒറ്റ കാലിന്ന് ഡാൻസ് കളിക്കാം. ഇപ്പതോ അമ്മാവും തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ. ഡാൻസ് കളിക്കാൻ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? തൽക്കാലത്തേക്കുള്ള പ്രശ്നമൊക്കെ തീരട്ടെ. ഇനി ഒരു 2-3 മാസം കൂടി പിടിച്ച് നമുക്കെല്ലാം ശരിയാക്കാം. 2-3 മാസം പറഞ്ഞിട്ട് 5-6 കൊല്ലാവാറായി. അവസാനം ഞാൻ വല്ല വീരദോഷിനെ കെട്ടിപ്പോവും. അത് നന്നായിരിക്കും. അതാവുമ്പോ നിന്റെ അച്ഛനൊരു കൂട്ടാവും. ഞാൻ ഇന്നേ നമ്മുടെ തന്നെ കണ്ടായിരുന്നു. എന്റെ കൂടെ ഹോസ്റ്റലിലുള്ള അവൾക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് ആ ഹരിച്ചു ചേട്ടനെ കാണാൻ നമ്മുടെ പഴയ ഗ്രൗണ്ട് അല്ലേ, ആ ഗ്രൗണ്ടിൽ പോയിരുന്നു. ഏത് ഗ്രൗണ്ട്? എടാ പൊട്ടാ, നമ്മുടെ പഴയ ഗ്രൗണ്ട് ഇരിക്കല്ലേ. അബി, നമുക്ക് ശീഘ്രം കല്യാണം എല്ലാം കഴിച്ച് 2 പിള്ളേരൊക്കെ ആയി ഞാൻ ഇത്തിരി വണ്ണമൊക്കെ വെച്ച് നമുക്ക് അങ്ങനെ ജീവിക്കാൻ ബോധ്യം കേട്ടോ. നമുക്ക് കല്യാണം കഴിക്കാം. സമയമുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പോയി കട്ടിക്ക് കഴിക്കാം. ഈ കപ്പലിൽ ഇത് നിൽക്കുമെന്ന് തോന്നാനുള്ള ഭയങ്കര ബോർ സിറ്റുവേഷൻ. വാടി ലൂസ്. എടാ ഊളെ, എന്തോ നീ എന്റെ പേരും പറഞ്ഞ സ്വർണ്ണ കാശോളം കാണിച്ചോ? ആര് എപ്പാ? ആ തള്ള രാവിലെ എന്നെ തെറി പറയാൻ വന്നപ്പോ ഇവിടെ പറഞ്ഞല്ല. തല ഉറപ്പിച്ചു പറഞ്ഞ? അപ്പൊ ശരി, നീ എന്റെ പോകണ്ട അടങ്ങുള്ളൂ. എടാ എനിക്കാന്ന് പറഞ്ഞു വെച്ചാൽ തള്ള തരല്ലടാ. ഞാൻ 4 മാസത്തെ വാടക കൊടുക്കാൻ. 6 മാസം വാടക ഞാൻ കൊടുക്കണ്ട പട്ടി. എന്നൊരു കാര്യം ഇതുകൂടെ അടിക്കുമ്പോ ഇച്ചിരി ടെൻഷൻ കൂടെ കുറയും. പിന്നെ ഓരെണ്ണം കൂടി അടിക്കുമ്പോ പിന്നെയും കുറയും. അതും കഴിഞ്ഞ് ഓരോന്നും കൂടി അടിക്കുമ്പോ ഈ സാധനവും തീരും, നമ്മുടെ കംപ്ലീറ്റ് ടെൻഷനും മാറും, ബോധവും പോകും. അടിപൊളിയാ. പ്രശ്നമാണ്, ഒന്നും ശരിയാവും. അറിയാവുന്നവന്മാരുടെ അടുത്തൊക്കെ കടം മേടിച്ചിട്ടുണ്ട്. ഇനി ഗുരുവായൂരപ്പനോട് മാത്രമേ ചോദിക്കാനുള്ളൂ. അതിന്റെ ഇടയിൽ വാടക, ബാങ്കിലെ കടം, അലയുടെ വീട്ടിലെ പ്രശ്നം.
ഒരു 5-6 ലക്ഷം രൂപ കിട്ടാണ്ട് ഈ പ്രശ്നമൊന്നും തീരാൻ പോണില്ല. കാശൊന്നും ഇല്ലെങ്കിലും ഉള്ള ചില്ലറയ്ക്ക് എന്തുമാത്രം വഴിപാട് നടത്തണതാ. വല്ല കാര്യമുണ്ടോ? ഈ ദൈവമൊന്നും ഇല്ലെന്നാണ് അളിയ. അളിയാ ദൈവമില്ലാതെ മാത്രം നീ പറയുള്ളൂ. എന്നെങ്കിലും നമുക്ക് ഇതിന് മുട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എത്രയൊക്കെ തെറി പറഞ്ഞാലും ആ ഹൗസ് ഓണർ തള്ള നമ്മളോട് ഇറക്കി വിട്ടിട്ടുണ്ടോ? അതുമില്ല. എന്റെ വണ്ടിയോ നിന്റെ വണ്ടിയോ ഇതേവരെ എവിടെയെങ്കിലും മുട്ടിയിട്ടുണ്ടോ? എല്ലാം പോട്ടെ, ഏതെങ്കിലും കടക്കാര് നമ്മളെ പിടിച്ചു നിർത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അത്രേ ഉള്ളൂ. അപ്പൊ ദൈവമുണ്ട്. ആ എന്താ താഴെ ചിറ്റപ്പ വന്നിട്ടുണ്ട്. കേട്ടോളിയാ എന്നിട്ട് ഞാൻ നീ പറഞ്ഞ അങ്ങനെല്ലാം പറഞ്ഞങ്ങനെ ഉണ്ടല്ലോ. നേരത്തെ വന്നപ്പന്റെ കാലല്ലേ പിടിച്ചാനെ. അപ്പം കൊടുക്കാനുള്ള കാശ് വാങ്ങാൻ വന്നേക്കണതാ. ദൈവമുണ്ട് അളിയ, ദൈവമുണ്ട്. ഈ ക്ലോസറ്റിൽ കിടക്കണോനെ കാലി തീട്ടം പറ്റിയൊരു വൃത്തിയോട് പറയാതപ്പാ. കാലെ തീട്ടാൻ പറ്റിയവനെ നിന്റെ കാലെ പറ്റിയൊരു ഐറ്റം താഴെ വന്ന് കിടപ്പുണ്ട്. അയാളെ വേഗം പറഞ്ഞോട്, അല്ലെങ്കിൽ അയാളെ ഇങ്ങോട്ട് വരും. എല്ലാരെയും തള്ളി തള്ളി താഴെ ഇടും. പിന്നെ പുളിക്കും. ടിങ്കു, നീ എന്ന് ചിറ്റപ്പനോട് പറയണം ഞാൻ തോപ്പുംപടി പോയിരിക്കുന്നു, തിരിച്ചു വരുമ്പോ ചിറ്റപ്പനൊന്ന് കണ്ടേക്കാന്ന് പറഞ്ഞോട്ടാ. പിന്നെ ഞാൻ തോപ്പുംപടി പോയിരിക്കണത് ചിറ്റപ്പന് തരാനുള്ള കാശ് മേടിക്കാനാന്നും കൂടി എടുത്തു പറയണം കേട്ടോ. എന്റെ പൊന്നപ്പച്ച ചിറ്റപ്പനടിച്ച് കിണ്ടിയാ കിടക്കണേണ്. കയ്യിലിരിക്കണ 100-100 എടുത്ത് കൊടുക്ക്. പിന്നീടൊന്ന് ചോദിച്ചാ പറഞ്ഞാ മതി എല്ലാം തന്നതാന്ന്. നീ എന്ത് തരികിട തങ്കപ്പനായിക്കൊണ്ടിരിക്കണാടാ പട്ടി. ഒരെണ്ണം കൂടെ കീച്ചിട്ട് വേഗം പാപ്പാ പോവാ. വിളിച്ചോണ്ട് പോവാ. വേണോ? വീട്ടിൽ പോയി ഇന്ന് കഴിച്ചോ. പഴക്ക തന്നെടാ ചെവി പൊട്ടണം. അളെ ഞാൻ പോയിട്ട് വരാം. വിളിച്ചോണ്ട് പോവാണ്ടിനെ. നീ നേരത്തെ അപ്പനെന്താ വിളിച്ചേ? പൊന്നപ്പനാ? പൊന്നപ്പനല്ല, പൊന്ന്. ഗോൾഡ് ഗോൾഡ്. ഇവനൊക്കെ വളർന്ന് വലുതാവണതിന് മുമ്പ് എന്നെ വിളിച്ചേക്കാം. വിളിക്കോ? വിളിച്ചാ? ഓ പ്ലഗ്. ആ മണിയപ്പൻ ചേട്ടാ. ആ മോനെ, എടാ വെള്ളിയാഴ്ച തരുമല്ലോ അല്ലേ? തരണേ. ആ തരാട്ടാ, തരാ, ശരിയാക്കാം. എടാ ഞാൻ തന്ന കാശ് തിരിച്ചു ചോദിക്കുവാന്ന് വിചാരിക്കല്ലേ, ഞാൻ പെട്ടിരിക്കുക. അതുകൊണ്ടാ നീ ഇപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചതാ. നമുക്ക് പിന്നെ മറിക്കാം. ഞായറാഴ്ചയാണ് ഉറപ്പിക്കല്. വേറെ എനിക്ക് എങ്ങൊന്നും കിട്ടാനില്ല. അതാ പിന്നെ ചോദിക്കണം. ഞാൻ വെള്ളിയാഴ്ച ഒപ്പിക്കാട്ടാ. ഒപ്പിച്ച് റെഡിയാക്കി തരാം. പറ്റുകയാണെങ്കിൽ വ്യാഴാഴ്ച രാവിലെ ചേട്ടോ ഉറപ്പായിട്ടും തരാം. ഓക്കേടാ, ഞാൻ നിന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. നീ വല്ലതും കഴിച്ചോടാ? ഞാൻ കഴിച്ചോണ്ടിരിക്കാം. എന്നാ നടക്കട്ടെ. ശരി. ഓ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണോ? എങ്ങനെ കൊടുക്കാൻ? എന്തൊരു ദുരിതമാണത്. പറയടാ. നീ ഓട്ടം കഴിഞ്ഞ് കെട്ടിയെടുത്താ? ഇപ്പൊ ഒന്ന് കിടന്നുള്ളിയാ. എടാ കാശ് ഒന്ന് ഇട്ടാ. എത്ര നാളായി പറഞ്ഞു പറ്റിക്കണു. മനുഷ്യന് ഇവിടെ നിലത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. 10,000 അക്കൗണ്ടിലിട്ടേക്കാടാ. ഉറപ്പാണ്? ആ ഉറപ്പ്. അച്ഛനാണ് സത്യം. ഡയലോഗ്. വെക്കല്ലേ. നീ അക്കൗണ്ട് ഇട്ട് വരാന്ന് പറഞ്ഞിട്ട് എന്റെ അക്കൗണ്ട് നമ്പർ ചോദിക്കാത്തന്നെ. അത് ബാങ്കിലെത്തിട്ട് നിന്നെ വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചിട്ടാ. നേരാണ്. സത്യം. എന്നാ ഇപ്പൊ തന്നെ അക്കൗണ്ട് നമ്പർ അയച്ചേക്ക്. എന്റെ പൊന്ന് ഭഗവാനെ, ഇവന് വല്ല പ്ലേഗോ മലേറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുത്തി 1 മാസം ഒന്ന് കിടത്തിയിട്ട് കുറച്ച് ആവാശോപ്പിച്ച് തരാൻ പറ്റുമോ?
രാവിലെ എന്നെ കടം മേടിച്ച് ആശ്വസിച്ച് വിളിച്ചോളൂ തേണ്ടിയോളൂ. കൃഷ്ണ കാത്തോളണേ. കൃഷ്ണൻ ഇതവിടെ താഴെ ഇതെവിടെ പോയി? ഓടൊന്നും വിളിച്ചിട്ടില്ല. ആരെങ്കിലും അടിച്ചോണ്ട് പോയാ? ഡോർ ലോക്കാണല്ലോ. പൂച്ചെല്ലാം കടിച്ചോണ്ട് പോയി. പൂച്ച പ്ലാസ്റ്റിക് ഉണ്ടോ? ഓടക്കുള്ളിലൊക്കെ ചാരി വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി. ആ ശിവേട്ടാ, എടാ കറക്റ്റ് 8:45 അവിടെ എത്തണേ. അവർ റെഡിയായി നിൽക്കും. നീ പോസ്റ്റ് ആക്കല്ലേ. എന്താ? എടാ 8:45 തന്നെ എത്തണമെന്ന്. കറക്റ്റ് ടൈമിലെത്തും. ശരി. എവിടെ പോയി? ഞാൻ ആർക്കെങ്കിലും എടുത്ത് വിട്ടിട്ടുണ്ടാവും. ഓടക്കുള്ളിലൊക്കെ ചാരി വെച്ച് പുള്ളി ഇത് അങ്ങോട്ടേക്ക് പോയ. എവിടെ പോയി? ഒറ്റ പീസിൽ നിന്ന് ആരാണ് പൊളിച്ചോണ്ട് പോയേ? കൃഷ്ണ രാവിലെ ബാത്റൂമിലെല്ലാം പോയിട്ടുണ്ടാവും. ഭഗവാനെ, ഞാനെങ്ങാനും കടം ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. ഇവിടെ എങ്ങാനും വിളിച്ചിരിക്കണോ കള്ളകൃഷ്ണ? എടി മറലി, കൃഷ്ണനെ കണ്ടായിരുന്നോ? കൃഷ്ണനോ? ഏത് കൃഷ്ണൻ? കൃഷ്ണനെ കാണാനല്ല. കൃഷ്ണനെ കാണാനല്ല. അതെ അമ്മച്ചി, ഇന്നലെ അടിച്ചതിന്റെ ബോധം ഇതുവരെ തെളിഞ്ഞിണ്ടാവില്ല. രാവിലെ അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കീ തപ്പി കളിക്കണ്ടായിരുന്നു. പോടാ. കൃഷ്ണനെ കണ്ടായിരുന്നോ? ഒന്ന് പോടാ ഇവിടുന്ന്. രാവിലെ കൗട്ടടിച്ചെറിയിക്കോളും. മനുഷ്യ പൈജഗിതനാക്കാനായിട്ട് വേണ്ടി. ഹലോ, എന്തരാ? എവിടെ? കാര്യം പറ. എന്ത് കേൾക്കാനില്ല എനിക്ക്. ആ, ഞാൻ അവിടെ ഉണ്ടല്ലോ. ഇവിടെ തന്നെ ഉണ്ട്. നീ എവിടെ? ബാക്കിലേക്ക് നോക്കടാ. ആ, അങ്ങോട്ട് വാ.
എന്തേടാ ഒന്ന് വേഗം വാടാ. പഞ്ചറായ പഞ്ചറൊന്നും ആയാലോ, ഒന്ന് വേഗം വന്നേ. ഏ വാടാ. ഞാൻ പണിയില്ലാന്നേ. എന്താ കാര്യം? ഒന്ന് വേഗം വാടാ. എത്ര നേരം തന്നെ വിളിക്കണേ? കാര്യം എന്താന്നേ? എടാ ഞാനേ ഇന്ന് രാവിലെ കുളി കഴിഞ്ഞിട്ട് തട്ടയില് പോയി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞപ്പോഴേ കൃഷ്ണനെ കാണാനില്ല. ഏത് കൃഷ്ണനെ? എടാ തട്ടയിലുള്ള ഞാൻ പ്രാർത്ഥിക്കുന്ന കൃഷ്ണനല്ലേ, നമ്മുടെ ഭഗവാൻ, കാണാനില്ലെന്ന്. ഞാനത് കാറിൽ നോക്കി കഴിഞ്ഞപ്പോ തളികയിലും കൃഷ്ണനില്ല, കാണാനില്ലെന്ന്. എടാ ഫോട്ടോ അവിടെ ഇരിപ്പുണ്ടോ? എടാ ഇല്ലെന്ന്, കൃഷ്ണല്ല. പശുവും മറ്റേ ഓടക്കോഴിലൊക്കെ ഇരിപ്പുണ്ട്, ബാക്കി പുള്ളി പോയി. നീ ഒന്ന് പോടാ നോക്കേ, കൃഷ്ണനെ കാണാനല്ല. നീ അല്ല കഞ്ചാവും കയറ്റിട്ടുണ്ട്. എനിക്കെന്താ പ്രാന്താണ് എൽതോപ്പി? എടാ അത് തന്നെ ഞാനും ചോദിക്കണ, നിനക്കെന്താ വല്ല പ്രാന്താണോ? ഞാൻ വെറുതെ പറയണല്ലോ, നീ ഇങ്ങോട്ട് വന്നേ. നീ ഇന്നലെ രാത്രി കള്ളു കുടിച്ചായിരുന്നോ? നമ്മൾ ഒരുമിച്ചല്ല കുടിച്ചത്. അല്ല അതുകൊണ്ട് ഞാൻ ചോദിക്കണത്, കൃഷ്ണനെ ഒന്നും കാണാന്ന് പറയുമ്പോ രാവിലെ തന്നെ വന്നേ. നോക്ക് 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 നോക്ക്, കണ്ട? ഇല്ല, ഇല്ലല്ലോ, അവിടെ ഇല്ലടാ. പിന്നെ ആരാ ഇരിക്കണത്? നിന്റെ അച്ഛനാണോ? എടാ അവിടെ ഇല്ലടാ, നീ ശരിക്കും നോക്കി. എടാ വല്ല പണിക്കും പോടാ, കള്ളത്തിന് മറുപടി നടക്കാതെ. ഓരോ ദിവസം ഓരോ ടൈപ്പ് കൊണ്ടുള്ള കർത്താവ് പോയി. കണ്ണടിച്ചു. എടാ എൽദോപ്പി, ഇന്നെന്താടാ പണിക്ക് പോടാ. എടാ കാണാനില്ല, എനിക്ക് കാണുന്നില്ല. നീ പോലെ നിന്നെ. ഞാൻ ഓട്ടത്തിലടാ. എടാ അവിടെ ഇല്ലടാ ശരിക്കും. നിനക്ക് കൊണ്ടേ കൊടുക്കാനുള്ളതാണ്. എടാ നിക്കടാ. ഞാൻ സത്യോടെ പറയണത്, ഞാനൊന്ന് വിശ്വസിക്കേ. എനിക്ക് തട്ട് കാണുമ്പോ വിശ്വാസമാവൂല്ലോ. നീ വാതിലൂർക്ക് കണ്ടേ? കണ്ടാ ഇവിടെ ഇല്ല. അളിയാ നിനക്ക് പ്രാന്തായിടാ. കുഴപ്പമില്ല, ടെൻഷൻ കൂട്ടിട്ടായിരിക്കും. നാടും പുറത്ത് നടന്ന് കടം മേടിക്കല്ലേ, നമുക്ക് ശരിയാക്കാം. കളിയാ ശരിക്കും നോക്കണം. എടാ ആ പശുവിനെ ചാടി നിൽക്കുന്ന മച്ചാനുണ്ടല്ലോ, ആ മച്ചാനാണ് ഞങ്ങൾ കൃഷ്ണാന്ന് വിളിക്കുന്നത്. നിനക്ക് മനസ്സിലായ? എടാ അവിടെ കാണാനില്ലെന്ന്, എനിക്ക് കാണാൻ പറ്റല്ലടാ. നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് ഇവിടെ ഇരുന്ന് കുടിക്കല്ലേ. പിന്നെ എന്തിനാളിയാ നീ പുറത്തു പോയി കഞ്ചാവൊക്കെ മേടിച്ചു വലിക്കണേ? എന്റെ കർത്താവേ, ഇത് എന്തൊരു വിഭ്രാന്തിയാണാവോ. ഇതൊന്നും കാണാൻ എന്നെ പണിക്ക് പോടാ പട്ടി. നാലാളോട് പറയാൻ പറ്റാത്ത ഭ്രാന്തായി പോലോ മാതാവേ. എനിക്ക് മാത്രമാണ് എനിക്ക് കാണാൻ പറ്റാത്ത. എടാ എൽദോ, എടാ എൽദോ, എടാ വീട് പൂട്ടിയിട്ടില്ലടാ. നാല് കീറചട്ടിക്ക് എന്തിനാടാ വാതിലടച്ചിരുന്നത്? ഇല്ലല്ലോ. എൽദോ, ഒന്ന് പോയടാ അവിടുന്ന്. എൽദോ ചത്തി. ഓരോരുത്തന്മാര് ഇറങ്ങിക്കോളും കൃഷ്ണനെ കാണാനല്ലോ. നീ ഇതാരത്? ലൈറ്റർ കാണാനല്ല. എന്നാ ഞാൻ അവിടെ പെണ്ണാക്കാ. ആ നിന്റെ അച്ഛനോട് നോക്കി. ആ ചെല്ല്. ഇവിടെ ഡൈവോഴ്സ് ചെയ്താലും സമാധാനം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇങ്ങേരും ഇവിടെ പോയി. ഇങ്ങേരും ഇറങ്ങിപ്പോയാ? ഭർത്താവേ, ഞാൻ എന്ത് വാങ്ങി ചെയ്തിട്ടാണാവോ? നീ ഇപ്പൊ പാവിയുടെ കൂട്ടുകൂടിയിട്ടായിരിക്കോ? ഭർത്താവേ, ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ആടിയെ കൊച്ചു ആളെ പിടിപ്പിക്കാനായിക്കല്ലേ കളാ. എങ്ങോട്ടും പോകാൻ വഴിയില്ല. ഇപ്പോൾ ഇട്ട് പിടിക്കുക. ചേട്ടന്ന് പറയണ താനിത് എവിടെ തള്ളിക്കരുക്കൂല. ഭഗവാൻ എങ്ങോട്ടും പോകത്തൊന്നുമില്ല. ആ പോലെ പോലെ പുള്ളി നല്ല ടീമാ. നാടടച്ചേക്കണല്ല ഇവൻ എങ്ങോട്ടാണ് ബിന്ദു ബിന്ദു കയറി പോണു. അല്ലയാ, കാണാതായ കൃഷ്ണനെ കണ്ടുപിടിച്ചു തരാൻ പറ്റിയ ഒരാളുണ്ട്. ആരാണ് അയാള്? സ്വാമി. സാമ്യ? എടാ ഈ കേരള സംസ്ഥാനത്തിലെ ഓട്ടോറിക്ഷനെക്കാട്ടും കൂടുതൽ സാമ്യമാരുണ്ട്. ഏത് സാമിയാന്ന് തെളിച്ചോടെ കിഴങ്ങാ? പേർക്കുളം സ്വാമി. പേർക്കുളം സാമിയാ?
ദ റിയൽ കോക്കനട്ട് ബ്രേക്കർ. ഇംഗ്ലീഷാ? നടക്കോ? സുഹൃതത്തിൽ അയ്യോ ശത്രു സമരത്തിലും ചതുരം ശത്രുക്കളാക്കും. പിടികിട്ടിയോ സ്വാമി? ലഗ്നത്തില് വ്യായത്തിന്റെ അപഹാരം. ശനി ഭാവസ്ഥാനത്താ. ഉത്തരദിശയിൽ ബുധന്റെ സ്ഥാനചലനം. ശുക്രനെ കാണാൻ തന്നെല്ലടോ. ശുക്രനോട് പോയി. അന്റെ സമയം വളരെ മോശം. എന്റെ പൊന്ന് ജോലിസറെ, എന്റെ സമയം നല്ല മോശമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് കക്കാൻ പറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എടോ ഇത് കക്കല്ലടോ, ഇത് കവടിയാണ്. കവടിയെങ്കിൽ കവടി. ഞാൻ പറഞ്ഞല്ലോ എന്റെ ദോഷം നോക്കാനെന്നല്ല ഞാൻ വന്നത്. പിന്നെ കൃഷ്ണൻ എവിടെ പോയാന്ന് പറയാൻ പറ്റും? അതോ അത് കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പ് ഒന്നും നിങ്ങളുടെ ഇല്ലേ? അതന്നെ ഞാൻ പറഞ്ഞത്, എന്റെ സമയം വളരെ മോശാന്ന്. ഇയോടെ ചങ്ങായിയല്ലേ? എന്നാ പറയുമ്പോ ശ്രദ്ധിക്ക്. ചൊറിഞ്ഞ് കളിക്കാ ഒരു കാര്യം പറയുമ്പോ വേഷം കെട്ടായിട്ട് വന്നിക്കവന്. ഇപ്പൊ എന്റെ കൃഷ്ണനല്ലേ കാണാണ്ടായത്, തന്റെ ജീവിതത്തിൽ ഇനി പലതും കാണാണ്ടാവും. അതെന്ത് പരിപാടിയാണത്? നമുക്കൊരു കാലക്കേട് വരുമ്പോ കൂടെ വെക്കാൻ വേണ്ടിട്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കാൻ തിരിയെത്തിക്കാൻ നേർച്ചയൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് ഇങ്ങനെ ഇറങ്ങി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ന്യായമാണത്. എന്നാ പിന്നെ മൂപ്പര് ഇവിടെ നേരിട്ട് പറയും, അല്ലാണ്ട് ഞാനെന്താ പറയാ? തനിക്ക് ഇത്ര വിവരം താനെന്തിന് ഇങ്ങോട്ട് വന്നത്? കുറച്ച് കവടി വാങ്ങിട്ട് വീട്ടിൽ പോയി കളിച്ചു നോക്കിയാ പോരെ? ഇതിലും ഭേദം തന്നെയായിരുന്നു. സ്വാമി ഒരുപാട് കടങ്ങളൊക്കെ ഉള്ളൊരു യുവാവാണ്. സ്വാമി എങ്ങനെയെങ്കിലും ആ കൃഷ്ണനൊന്ന് കണ്ടുപിടിച്ചോളൂ. ഇതൊക്കെ പറയാൻ താനാരാടോ? ഇറങ്ങി പോടാ മൊട്ടന്റെ വീട്ടിൽ നിന്ന്. സയൻസ് വെച്ചുള്ള കളിയത്. അപ്പൊ തന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ? എനിക്ക് സൗകര്യമില്ല. എന്റെ ഫീസ് ഇറങ്ങി പോവാൻ നോക്ക്. ഞാൻ എന്നാ ചെയ്തിട്ട ഫീസ്? തന്റെ എത്രയും നേരം ഗണിച്ചതിന്റെ കൂലിയാ ഞാൻ ചോദിക്കുന്നത്. താൻ എന്നാ കോപ്പ് ഗണിച്ചെന്നാ? എടോ ഈ കഷ്ടപ്പാടും ദുരിതമൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ ജോലിസ് കാണാൻ പറ്റുന്നത്. അത് നീ ഗണിച്ചോണ്ട ആവശ്യമൊന്നുമില്ല. കാശിൽ തരാൻ. അതെങ്ങനെ ശരിയാകുക? അതേ ശരിയാവുള്ളൂ. എന്റെ തരാൻ കാശില്ലെന്നേ. എന്നാ പിന്നെ കബഡി നേരത്തിന് മുന്നേ തനിക്ക് പറഞ്ഞുവിടാനോ കാശില്ലാന്നുള്ളത്? ഈ വരുന്നവന്മാരുടെ കാശ് ഉണ്ടാവില്ല എന്നുള്ളത് കബഡി നേരത്തിന് നോക്കാൻ പാടില്ലേ? താൻ വലിയ മറ്റോടത്തെ ജോലിസരല്ലേ? കൊത്തി കൊത്തി മുറത്തിക്കരി കൊത്താലേ. തന്നെ നിങ്ങളെ രണ്ടാളിയാ ശാപിച്ച് തള്ളിടാ കൂട്ടന്മാരെ. കൂടോത്രം ചെയ്ത് തള്ളിടും ഞാൻ. താനല്ലേ കൂടോത്രം ചെയ്യാൻ പോണേ? ഏറ്റ തന്നെ എനിക്ക് ചുക്കൂലോ. ഒന്നാം നമ്പർ ഫ്രോഡ്. കക്കയും കിടുതാപ്പം മാങ്ങാത്തൊലി ഒരു ചേർക്കുള്ള സമയം. അവന്റെ ഒരു പാമ്പും കോണി അവിടെ മുഴുവൻ ഫീസ് ഞാൻ കൊടുത്തിട്ട് എന്താ മോനെ പ്രശ്നം? ഒന്നുമില്ല മച്ചി, ഇത് തന്നെ പ്രശ്നം. ആരെങ്കിലും പോയി ചമ്മന്തി അരച്ച് കഴിക്കട്ടെ. വല്ല തെങ്ങേലും കയറി പറിക്കുമ്പോൾ എവിടെ പോയതാണെന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? പുള്ളി പോയിട്ട് ഞാൻ ഈ തിരി മുടക്കിയിട്ടില്ല, നേർച്ചിടുന്നത് മുടക്കിയിട്ടില്ല. ഇനി ഞാനില്ലാത്തപ്പോഴെങ്ങാനും തിരിച്ചു വരണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം. ശിവോട്ടാ, ഞാൻ റെഡിയാ ഇറങ്ങണം. ഞാൻ ചെന്നോളാം. എനിക്ക് വഴി അറിയാം. ശിവോട്ടാ, ലോങ് അല്ലേ ഇത്? എന്നാ ഞാൻ ചെന്നോളാം ചേട്ടാ. ഓക്കെ. അതെ, നമുക്ക് തൃശ്ശൂർ എത്തിയിട്ട് അങ്ങോട്ട് പോണ്ടേ? പറയാം, ഇനി സമയമുണ്ടല്ലോ. പതുക്കെ പോട്ടെ. ഒരു 2 മണി ആകുമ്പോഴത്തേക്കും തൃശ്ശൂർ എത്തിയാ മതി. എടാ, വളവ് കഴിയുമ്പോൾ ഒരു പള്ളി ഉണ്ട് കേട്ടാ, നമുക്ക് അവിടെ നിർത്തി ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് പോവാം. നിങ്ങളൊക്കെ മറ്റു ഭക്തന്മാരാണല്ലേ? ഈ പറയുന്ന ആള് മോശമല്ലോ. ദേ കയ്യേറ്റ ചേരട്ടെ. നാഷ്പോടി കൃഷ്ണൻ. കൃഷ്ണനെ കണ്ടോ? അല്ല, നിങ്ങൾ ആരെങ്കിലും ദൈവത്തിനെ കണ്ടോ? പിന്നെ എത്ര തവണ എന്റെ വണ്ടി കയറിയേക്കണം. പിന്നെ നീ മനസ്സ് വിചാരിച്ചാലുണ്ടല്ല, ഇന്ന് ഞങ്ങൾക്ക് ദൈവത്തെ കാണാൻ ഒരു അവസരം കിട്ടും. നീ എന്തായാലും തൃശ്ശൂർ ചെല്ലുമ്പോ ടാക്സി കൂലി ചോദിക്കും. അപ്പൊ ഒരു 300-350 കുറച്ച് വന്നാ നീ ഞങ്ങളുടെ മുമ്പ് ദൈവമാണ് അല്ലേ? കാശിനൊക്കെ ടൈറ്റ് ആണ്. അത് നല്ല പരിപാടിയാ. ഇപ്പൊ ഈ വണ്ടിയുടെ CC അടയ്ക്കാൻ വേണ്ടി ബാങ്കിൽ ചെല്ലുമ്പോ ബാങ്കുകാർ ഒരു 4 മാസത്തെ CC അടയ്ക്കണം എന്നെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരെ ദൈവമായിട്ട് തോന്നും. ഈ വീട്ടുവാടക വേണ്ടുന്ന ഹൗസ് ഓണർ പറഞ്ഞു കഴിഞ്ഞാലും, പിന്നെ പലിശയ്ക്ക് വേണ്ടി ചാർജ് പലിശക്കാർ വേണ്ടെന്ന് പറഞ്ഞാലും അവരൊക്കെ എനിക്ക് ദൈവമായിട്ട് തോന്നും.
ഓട്ടം കഴിഞ്ഞ് പോകുമ്പോഴേ നിങ്ങളൊരു 500 എനിക്ക് കൂടുതൽ തന്നു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ദൈവമായിട്ട് തോന്നും. ചുറ്റും മൊത്തം ദൈവം പൊളിക്കും. ഇവനെ ആളും എടുക്കാനാണല്ലോ നമ്മളോടാ. ആ മോനെ നീ ഇവിടെ തന്നെ കാണണേ, വണ്ടിക്കകത്ത് സാധനമൊക്കെ ഇരിക്കും. ഞാൻ ഇവിടെ തന്നെ ആ കണ്ണാ ഇന്നല്ലേ? ഇന്നല്ല നാളെയാണ്. ഓക്കെ എന്നാ ചെന്നിട്ട് വരാം. നല്ല കാര്യാ മോനെ, ദൈവം അനുഗ്രഹിക്കും. ദൈവം ഇപ്പം തന്നെ എന്നെ അനുഗ്രഹിക്കണേ. വണ്ടി വരെയൊക്കെ മാർക്ക് ചെയ്തണം. എന്താ സംഭവം? അപ്പൊ അവരുടെ കൂടെ വന്നിട്ട് കാര്യം അറിയത്തില്ലയോ? ഇല്ല, എന്താ കാര്യം? അവരുടെ കൂടെ നാട്ടിൽ ഓട്ടോ ഓടിക്കുന്ന ആളാ ഷാജി. ഷാജിയുടെ മോള് കൂടെ അഡ്മിറ്റാ. നാളെയാ ഓപ്പറേഷൻ. കിഡ്നിക്കാ പ്രശ്നം. ഷാജിയുടെ വീട്ടിലെയും ഹോസ്പിറ്റലിന്റെയും ഓപ്പറേഷന്റെയും ഒക്കെ ചെലവ് നോക്കുന്നത് അവരാ. അതുങ്ങൾ 3-4 മാസം ഓട്ടോ ഓടിച്ചുണ്ടാക്കിയ കാശായി ചെലവാക്കുന്നത്. ആ ടീഷർട്ട് ഇട്ടിരിക്കണ പയ്യനെ കണ്ടോ, കണ്ണൻ. അവൻ ആ കിഡ്നി കൊടുക്കണത്. ആശുപത്രി പണിയെടുക്കണ മോനെ ശരിക്കുള്ള ദൈവത്തിനെയും മനുഷ്യനെയും കാണണമെങ്കിൽ എല്ലാം ആവശ്യമുള്ള കാര്യമാണോ? എങ്ങാനും കൂടി പോകാണ്ടെന്ന് പറഞ്ഞ വേറെ ആർക്കെങ്കിലും കിഡ്നി കൊടുക്കണ്ടോ? ഓരോ കണക്കേസ്. നമുക്ക് ആ ഫയൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടല്ലോ, എന്റെ കിഡ്നി എങ്ങാനും ചോദിക്കാൻ വേണോ? മോനെ ബാഗിൽ നിന്ന് ഒരു പേപ്പർ എടുക്കാൻ ആ ഡോർ തുറന്നു. ആ തുറന്നിരിക്കട്ടെ. ആ ഫയലിന്റെ എടുക്കണോട്ടോ. ആ എടുത്തോളാം. നീ വന്ന് ചോദിക്കട്ടെ. കണ്ണൻ എന്നാണല്ലേ പേര്? ആ കണ്ണൻ. എന്താ ചേട്ടാ? ഒന്നുമില്ല. അതെ, ഇനിയും സമയമുണ്ട്. നിനക്ക് പ്രാന്താണ് ഈ കിഡ്നിയൊക്കെ കൊടുക്കാൻ. നാളെ നിനക്കൊരു ആവശ്യം വന്നാൽ ഞാൻ തിരിച്ചു ചോദിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. തീരുമാനം എടുക്കാൻ ഇനിയും സമയമുണ്ട്. നമ്മളൊക്കെ ചെറിയ പ്രായമല്ലേ, എന്തിനാണ് ഈ റിസ്ക് എടുക്കണത്? ചേട്ടാ ഇത് കണ്ടോ? ഇതാണ് ആ ഷാജിന്റെ മോള്. 14 വയസ്സുള്ളൂ. ഈ കൊച്ചിന്റെ ഓപ്പറേഷനാണ്. നമ്മളൊക്കെ ഈ റോട്ടിൽ കിടന്ന് വണ്ടി ഓടിക്കുന്ന ആൾക്കാരല്ല ചേട്ടാ. വീട്ടുകാരെയും മേടിക്കണം, വല്ലപ്പോഴും ചിക്കനും ബീഫും മേടിക്കണം, ഇടക്ക് നാളിനടിക്കണം. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ആഗ്രഹം. അതിനപ്പുറത്തേക്ക് ഒരു രക്ഷയില്ല ചേട്ടാ. ഈ കൊച്ചിന്റെ ഫോട്ടോ എപ്പോഴും പത്രത്തിൽ വരുമായിരുന്നു. നല്ല ഭംഗിയുള്ള ചിരിയൊക്കെ ആയിട്ട് എപ്പോഴും പത്രത്തിൽ വരുമായിരുന്നു. ഉഗ്രൻ വോളിബോൾ പ്ലെയറാണ്, അണ്ടർ 16. അവളുടെ ചിരിയുള്ള മുഖം ഇനി കാണുന്നുണ്ട്. ആ ഒരു കാരണമുള്ള ചേട്ടാ. പിന്നെ കിഡ്നി എന്ന് പറയുന്ന സാധനം നമുക്ക് 2 ഇല്ല ചേട്ടാ. ഒരെണ്ണമൊക്കെ കൊടുത്തെന്ന് പറഞ്ഞ് സംഭവിക്കാൻ പോകുന്നത്. പോട്ടെ എന്നാ. നിങ്ങളെ വന്ന വണ്ടിക്കാരൻ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ട് പോയല്ലോ. പോയോ? അതെന്നാ പണിയാണ്? അവൻ ടാക്സി കൂലി പോലും മേടിച്ചില്ലല്ലോ. ആണോ? ഇനിയിപ്പോ മറന്നുപോയതായിരിക്കും. അത് കുഴപ്പമില്ല, നമുക്ക് ആ ഷിബുവിനോട് പറയാം. ബാഗ് എടുത്തു. മറ്റേ വന്നടാ. മറ്റേ മച്ചാനാ? ഏത് മറ്റേ മച്ചാൻ? ആ കാണാതായ മച്ചാനേ. ആരാ? കൃഷ്ണൻ. നിങ്ങളുടെ കൃഷ്ണനേ വെള്ളം ഒഴിക്കാൻ പോലെ. പുള്ളി ഇനി വരുമെന്നുള്ളത്. അങ്ങേർക്കൊക്കെ പോകാൻ ഈ ലോകത്ത് ഒരുപാട് സ്ഥലമുണ്ട്. നമുക്കൊക്കെയാണ് സ്ഥലമില്ലാത്തത്. വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബാങ്കിൽ നിന്ന് ആള് വന്നു. അധികം താമസിക്കാതെ വീടും മിക്കവാറും പോകും. ഞാനേ വീട്ടിൽ ആ പുണ്യാളും അതൊക്കെ ഇരിക്കാൻ ഷെൽഫില്ലേ,
അതിന്റെ ചില്ലം കൂടെ അടച്ച് പൂട്ടി താഴിട്ട് ഇനി അതുങ്ങൾ എടുത്തിട്ട് ഇറങ്ങി പോയാലാ? ആ ബെസ്റ്റ്. ലോക്ക് ചെയ്തിട്ട കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെയാണ് നിന്റെ ഷെൽഫ്. പോളാപ്പ. അങ്ങനെ പോകാനാണെങ്കിൽ അങ്ങ് പോട്ടേന്ന്. ആർക്കാ ഇഷ്ടം? പോയവർക്കാ ഇഷ്ടം. ഇതേ പുണ്യാളുടെ കണ്ണിന്ന് ചോര വന്ന് മാതാവിന്റെ മെഴുതിരി തന്നെ കത്തി. നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ഇട്ട് കാശാക്കാനൊന്നുമല്ലോ, പ്രാർത്ഥിക്കാനല്ലേ. പോവാണെങ്കിൽ പോട്ടറപ്പ, വെള്ളമൊന്നും വേണ്ട. അപ്പന്റെ തൊണ്ട അനക്കാൻ സമ്മതിക്കൂല. ഒന്നുമില്ല, അമ്മ വിളിക്കണ്ട് ഗ്യാസ് തീർന്നെന്ന്. നിന്റെ അമ്മ എന്താ ഗ്യാസ് വെറുതെ കാനം തുറന്നു വിടണ്ട ഇത്ര പെട്ടെന്ന് തീരാൻ? ചെന്ന് ചോദിക്കും, എനിക്കറിയില്ല. ഞാൻ നേരത്തെ എവിടെ ഗ്യാസ് ഉണ്ടാക്കാനാ? എന്നാ രാത്രി ഒന്നും കഴിക്കണ്ട. ആ കഴിക്കണ്ട. അപ്പനടിച്ച് കയറ്റിയല്ല, ഇനി ബോധമില്ലാണ്ട് കിടന്ന് ഉറങ്ങിയാ പോരെ. നീ പോയാടാ. ഇനി ഒന്നേ നിന്റെ അമ്മയുടെ ഗ്യാസ് ഞാൻ കളയണ്ട്. അപ്പന്റെ ഗ്യാസ് പോകണ്ട നോക്കിയാ മതി. ഞാൻ കാണിച്ചു തരാടാ ഇപ്പൊ ആരുടെ ഗ്യാസ് പോണേ. എന്തിനാ പെണ്ണുങ്ങളുടെ തല്ലി വാങ്ങിക്കണേ? ആ മണിയപ്പൻ ചേട്ടാ. ആ ഹലോ അബി, നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചടാ? ചേട്ടാ ഞാൻ വണ്ടി ഓടിക്കായിരുന്നു, ആളുകളുള്ളതുകൊണ്ട് ഞാൻ പിന്നെ എടുക്കായിരുന്നു. ആ നീ നാളെ തന്നെ കാശ് തരുമല്ലോ അല്ലേ? ഞാൻ വേറെ നോക്കിയിട്ടില്ലേ. ചതിക്കരുത്, കല്യാണത്തിന് ഇനി 2 ദിവസമേ ഉള്ളൂ. ആ ചേട്ടാ ഞാൻ നാളെ രാവിലെ ചേട്ടൻ എണീക്കുമ്പോ ഞാൻ ചേട്ടന്റെ വീട്ടിലുണ്ടാവും. എന്തായി? കത്തോടെ കൊടുത്തിട്ടുണ്ട്. ആ എന്റെ അവസ്ഥ അറിയാലോ. എന്റെ കയ്യിലുണ്ടായിരുന്ന കാശ് പോലും അല്ലേ എടുത്ത് തന്നത്. എടാ നീ എങ്ങനെയും തരണം കേട്ടോ. തരാൻ ചേട്ടാ, ഞാനല്ലേ പറയണത്. ഞാൻ രാവിലെ ചേട്ടനെ വിളിക്കാം. ഞാൻ അങ്ങോട്ട് വരണേ വരാം. വേണ്ട 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 വേണ്ട, രാവിലെ ചേട്ടന്റെ വീട്ടിൽ ഞാൻ ഉണ്ടാവും. ആ ഞാൻ രാവിലെ വിളിക്കാം. ഞാൻ വിളിക്കാം. എവിടെന്ന് കൊടുക്കാനാണ് ദൈവമേ? ആരാണ്? മഹാവിഷ്ണു അല്ലല്ല, ഇവനെന്തിനാണ് ഈ മിച്ചറും പ്ലേറ്റ് പൊക്കി പിടിച്ചിരുന്നത്? ആരാണ്? ആരാണ് മനസ്സിലായില്ല. എന്താണ് ടീമേ, നമ്മള് മനസ്സിലായില്ലേ? ഇവനെ പിള്ളക്കപ്പനാണ് മനസ്സിലായി. ആരാണെന്ന് ചോദിക്കൂ. ബ്രോ ആരാ അന്വേഷിക്കണല്ലേ? ഞാൻ അന്വേഷിക്കാനാണ്. കാശ് കൊടുക്കാനുള്ള പറയുമ്പോ എന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. എന്ത് സീനാണ് ബ്രോ? നമുക്കറിയാം ബ്രോ നമ്മളെ തപ്പിടക്കണെന്ന്. എടാ ലവലാതി, ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാനാടാ. എന്റെ വീട്ടിലോ? ആ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് വേറെ ഇറങ്ങിപ്പോനാണ്. ഞാൻ ഇറങ്ങിപ്പോണ്ടി വരും. വാട കൊടുക്കാത്തോളൂ. നീ ശരിക്കും പൊട്ടനാണെങ്കിൽ പൊട്ടനെ പോലെ അഭിനയിക്കണം. എടാ നിന്റെ വീടില്ലേ, വീട്ടില് തട്ടില്ലേ, ആ തട്ടിന്ന് ഇറങ്ങിപ്പോയാനാടാ ഞാൻ. വീട്ടിലതാ കൃഷ്ണനാ?
ആ അത് തന്നെ സാധനം. ഇവനെന്ത് മാങ്ങാണ്ടി അങ്ങോട്ട് നോക്കണം. ശ്രീകൃഷ്ണൻ ടാറുമ്പാട്ടയില് വീണോലല്ലേ ശ്രീകൃഷ്ണൻ ഇരിക്കണത്. ഒന്ന് പോടാപ്പ അവിടുന്ന്. ശ്രീകൃഷ്ണൻ റോഡ് പരിപാടി ആണെങ്കിൽ പഠിച്ചിട്ട് തന്നെ എന്റെ അടുത്ത് ചോദിക്കും, ഞാൻ പറഞ്ഞു നിനക്ക് പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി ബ്രോ. നമുക്ക് തിരടാത്തിരിടാൻ മൈൻഡൊന്നുമില്ല. ഫോട്ടോയിലും പ്രതിമയിലൊക്കെ നീല കളറാണല്ലോ. ഓ എന്റെ പൊന്നു ബ്രോ, പണ്ട് തെണ്ടി എന്റെ പടം വരച്ചപ്പോ കറുപ്പ് തികയാന്നപ്പോ നീല കളർ അടിച്ചാൻ. കറുപ്പിനെന്താ കുഴപ്പം? ഗ്യാരണ്ടി കളറാണ് ബ്രോ. ശരിക്കും പറഞ്ഞാണോ? കൃഷ്ണാണോ? അതേന്നേ, ഇതിപ്പോ വലിയ ടാസ്ക് ആണോ നിന്നെ വിശ്വസിപ്പിക്കല്? മറ്റേ ഓടക്കുഴലും മയിൽപ്പീലിയൊക്കെ എന്ത് ചെയ്യും? പിന്നെ എന്റെ തലക്ക് മിന്നലല്ല 2020 ഓടക്കുഴലും മയിൽപ്പീലോട്ട് അടക്കാൻ. പിള്ളേരെ വേറെ പേരിട്ട് വിളിക്കും ബ്രോ. എന്ത് വള്ളിക്കെട്ട് സാധനോടാ നീ, പറഞ്ഞാലും മനസ്സിലാവൂല. എന്നാലേ ഒരു 2-3 അത്ഭുതം കാണിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. ഇത് പോടാപ്പ, നീ തന്നെ വലിയ അത്ഭുതം. പിന്നെ ഞാൻ എന്താ അത്ഭുതം കാണിക്കാനേ? നിന്റെ കടത്തേക്ക് വന്നേനെ എന്നെ വേണം തല്ല. അതൊന്നും മച്ചാനെ സന്തോഷമായി, തൃപ്തിയായി എനിക്ക്. നമ്മ ഏരി വിട്ട് പോണേ, ഈ വഴിക്കാൻ വന്നില്ല കൈങ്ങന്നെ. ഓക്കെ ബ്രോ. ഓ ഇതിന് നല്ലത് കാളിയാൻ വർദ്ധന തന്നെയായിരുന്നു. അപ്പൊ നിങ്ങള് ശരിക്കുള്ളതാണല്ലേ? നിങ്ങളും ബാക്കിയുള്ള ദൈവങ്ങളും പണ്ട് മരിച്ചു പോയിട്ട് എന്റെ ഓർമ്മയ്ക്കായിട്ട് ഫോട്ടോയും പ്രതിമയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. ചുമ്മാ അല്ലാതെ നീ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കേൾക്കാത്തത്. നിനക്കൊക്കെ തന്നെ വിശ്വാസമില്ല. ഒന്ന് പോടാ ചള്ളി ചക്ക. നിങ്ങൾ ചൂടാവൊന്നും വേണ്ട. ഇത്ര നാളുള്ള നേർച്ചിട്ടിട്ടും ചന്ദ്രത്തിരി എത്തിച്ചിട്ടും എനിക്കൊരു കഷ്ടകാലം വരെയാണെന്ന് അറിഞ്ഞപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വിട്ടുപോയ ടീമല്ലേ നിങ്ങള്. അപ്പൊ ചൂടാവണ്ടേ ഞാൻ കേട്ടാ. ഏതൊരുത്തൻ കാശുണ്ടാക്കാൻ വേണ്ടി കോലി കെമിക്കലൊക്കെ തെച്ച് അത് വാങ്ങി എന്റെ മൂക്കിന്റെ ഇടയിൽ കൊണ്ടൊക്കെ ഞാൻ പറഞ്ഞാ നിന്നോട് എന്താന്ന്? നീ പോയിട്ടേ നിന്റെ തട്ടിലെ പൗഡറിന്റെ അടുത്ത് നോക്ക്. അതിന് 5 പൈസ ഞാൻ എടുത്തില്ല. അതെങ്ങനെ എടുക്കാനേ? അതും കണ്ടവനെ പറ്റിച്ച കാശല്ലേ. നിനക്ക് കാലക്കേട് വന്നപ്പോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി നിന്നോടാരാടാ പറഞ്ഞത്? ചേർക്കുളം സ്വാമി ഈ വരാൻ പോണ കാര്യം ഗണിച്ച് പറയാൻ ഒരു മനുഷ്യർക്കും പറ്റൂല. അങ്ങനെ നിന്റെ അടുത്ത് വല്ലവരും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പക്ക ഫ്രോഡാ. ഉള്ളത് ഇല്ലെന്ന് പറയണവരും ഇല്ലാത്തത് ഉണ്ടെന്ന് പറയണവരും അവന്മാരും ഫ്രോഡുകളെ. എന്നാ പിന്നെ നിങ്ങൾ തന്നെ പറ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്റെ തട്ടേന്ന് ഞാൻ പോണോടത്തുനിന്നൊക്കെ മുങ്ങിക്കളഞ്ഞെന്നുള്ളത്? ഞാൻ എന്തോരം അന്വേഷിച്ചതെന്ന് അറിയോ? മനുഷ്യനെ തലക്ക് പ്രാന്ത് പിടിച്ചു പോയി. എന്റെ പൊന്നു ബ്രോ, നീ ഇപ്പോഴും അത് ചോദിച്ചല്ലോ എന്റെ അടുത്ത്. ഒരു ദിവസം നീ എത്ര തവണ പറയോടാ? ഉടായ്പ കാണിക്കാത്ത വല്ല ദിവസം ഉണ്ടാ. എന്റെ ചെവിക്കേ സൗകര്യം കിട്ടാത്ത ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ആൾക്കാരൊക്കെ വണ്ടി ഇടിപ്പിക്കലും ചിക്കൻ കണി വരുത്തലും ഡിങ്കിപ്പനി വരുത്തലും എന്റെ പണി. ഞാൻ വീഡിയോസ് കൊതുക. നീ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ തുള്ളന്നല്ലേ ഞാൻ അകത്ത് പോയി കിടക്കേണ്ടി വരും. ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറുന്ന സമയത്ത് നീ മണിയപ്പൻ ചേട്ടനെ പറ്റുന്നിരിക്കണല്ലേ? അയാളിൽ അമ്പലത്തിൽ കിടന്നിട്ട് ചൈന പ്രദേശം പാൽപ്പായസമൊക്കെ ചേർന്ന് വാളും വെച്ചാ പോയേക്കണ. പോരാണ്ട് എണ്ണാക്കി 2 വെടി വഴിപാടും. പാവം സമാനായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ നീ. എന്നിട്ട് അവിടെ വെള്ളിയാഴ്ച വരുമ്പോ മൂഞ്ചിക്കോട്ടെന്നാ ഊടായ്പായതുകൊണ്ടൊന്നുമല്ല, പിടിച്ചു നിൽക്കാൻ വേണ്ടി കാണിക്കണത്. വേറെ വഴിയില്ലാണ്ട. അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു 5-6 ലക്ഷം രൂപ ഞാൻ എന്റെ കടങ്ങളൊക്കെ തീർക്കട്ടെ. തരാം. വലിയ ദൈവമല്ലേ? എന്നിട്ട് ഞാൻ മര്യാദക്ക് ചോദിച്ചോളാം. പിന്നെ നീ ഉണ്ടാക്കിയ കടം വീട്ടിലല്ല എന്റെ പണി. ഈ പ്രാർത്ഥിക്കണവനൊക്കെ കാശ് കൊടുക്കാണെങ്കിൽ വെച്ചാനെ കൊച്ചിക്കാർക്ക് തന്നെ വേണം ഒരു ദിവസം 350 കോടി. എല്ലാവരും രാവിലെ എന്നിട്ട് തൊള്ള കയറി പ്രാർത്ഥിക്കണ ഇതാണല്ലോ. ലോട്ടറി അടിക്കണേ, 10 ലക്ഷം പെറ്റ് കളഞ്ഞു കിട്ടണേ, ഇതൊക്കെയല്ലേ നിനക്ക് പ്രാർത്ഥന? നിങ്ങൾ നമുക്ക് വീടിനകത്തിരുന്ന് സംസാരിക്കാം. നിന്റെ കൂടെ തന്നെ പ്രശ്നമില്ല ബ്രോ. നീ വിട്ടോ പടിയായി കൂടുന്നു. അതെന്താണ്? വേറൊന്നുമില്ല, നീ വൻ ഫ്രോഡാൻ. ഈ പറഞ്ഞ തന്നെ കാര്യം. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യണം? എല്ലാത്തിനും ഒരു സോൾവിങ് ഉണ്ടല്ലോ. ഒറ്റ സൊല്യൂഷനിൽ മച്ചാനെ നീ നന്നായി കാണിച്ചു ഞാൻ വരാം. നന്നാവാന്ന് വെച്ചാ
ഒരു നുണ പോലും പറയാതെ ആരെയും പറ്റിക്കാതെ സ്വന്തം മനസ്സാക്ഷിക്ക് നിരക്കണ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ദിവസം അങ്ങനെ ഒന്ന് ജീവിച്ച് കാണിക്കുന്നീ. ഓ ആശാനെ സോറി, ഇപ്പത്തെ അവസ്ഥയിൽ അത് പറ്റൂല. മൊത്തം കടത്തിൽ മുങ്ങിക്കണം. പെട്ടെന്ന് സത്യസന്ധനായി കഴിഞ്ഞാൽ ആൾക്കാരെന്റെ പുതിയ നമ്പറാന്ന് വിചാരിക്കും. നല്ല ഇടി കിട്ടും. നീ പോയേ, നീ ഇവിടെ പോയേ, പോയിക്കിടന്ന് ഇറങ്ങിക്കോ. നീ ഇവിടെ നിന്നാലേ ഞാൻ നിന്നെ പിടിച്ചെടുക്കേണ്ടി വരും. നീ വിട്ടോ. അല്ല, അല്ലെങ്കിൽ ഞാനൊരു ദിവസം നന്നായിട്ട് ജീവിച്ച് കാണിക്കാം. പക്ഷേ പിന്നെന്താ പക്ഷേ? അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്ത് കിട്ടും? പിന്നെ നീ ചോദിക്കണൊക്കെ തരാം. ഞാൻ എന്താ മാവൽ സ്റ്റോറാ? അതല്ല, ഞാൻ ഒരു കാര്യം പറയാം, അത് ചെയ്തു തരുമോ? ഇപ്പൊ 2020 ആണല്ലോ, പോരാത്തതിന് കൊച്ചി. അതിന് ഒന്ന് കുനിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ചിക്കിട്ട് ചവിട്ടി നമ്മുടെ തോളത്ത് കയറി നമ്മുടെ ചെവി അടിച്ചു നിന്നിട്ട് നമ്മുടെ തലയിൽ ലപ്പിടുന്ന ഡൂഡുകളാണ് ചുറ്റുമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വാസം ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരൊറ്റ ദിവസം നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മറ്റേ സാധനം കാണിച്ചു തരും. മറ്റേ ഫോട്ടോയിലുള്ള പോലെ 10 തല 20 കയ്യൊക്കെ ഉള്ള വിശ്വരൂപം. നീ അതൊക്കെ താങ്ങോ ബ്രോ? കാണിച്ചുതരാ, ഉറപ്പ്. വാക്ക് മാറരുത്. പക്ഷെ ഒരു കാര്യം, ആരെയും പറ്റിക്കരുത്, നോണയം പറയരുത്. ആരെന്ത് സഹായം ചോദിച്ചാൽ നീ പോയത് ചെയ്തു കൊടുക്കണം. ഡീലാണാ? ഡീൽ. ഓക്കെ ബ്രോ, കൈ കിടന്നിട്ട് ശരി എന്നാ. ഞാൻ പറഞ്ഞോ മറക്കണ്ടട്ടാ. എവിടെ പോയി? പോയാ? ഹലോ, മറ്റേ നിങ്ങളുടെ ആളെ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാനിപ്പോ പുറത്ത് വെച്ചപ്പോ കണ്ടായിരുന്നു. എല്ലാം പറഞ്ഞ് ഡീലാക്കിയിട്ടുണ്ട്. ആള് വിചാരിച്ചോളൊന്നുമല്ല കേട്ടോ. അല്ല, ഡാർക്ക് മച്ചാണ്. കൊള്ളാം. ഇതെന്തത് കാനേന്ന് വരെയുള്ളതാണ് ചേട്ടാ. അല്ലടാ, നിനക്ക് കഴുകാൻ ഞാൻ ഗംഗാജലം കൊണ്ടുവന്ന് തരാം. അവനെന്താ എങ്ങനാ ഓട്ടോ ഒക്കെ ഉണ്ടാ? ഓട്ടം കാരണം നിലത്തേക്കാൻ സമയം. അമ്മാരി ഓട്ടമാണ്. എന്റെ വരണണ്ട? ഇല്ല, എനിക്ക് വേറെ പണിയുണ്ട്. എന്ത്? പാർട്ടി ഓഫീസിന് മുമ്പിൽ പോയി മൂഞ്ചി കുത്തിരിക്കണത്? അയ്യേ. ആനന്ദേട്ടാ, 5 അപ്പം, ഒരു മുട്ടക്കറി, ഒരു ചായ. കഥലെപ്പോഴും കൂടെ നീ തോന്നിയതല്ലേ? അപ്പൊ ഒറിജിനലായിരുന്നു. ഏതാടാ ഈ പുതിയ സാധനം? നിന്റെ പറ്റു പോരാഞ്ഞിട്ടാണ് ആ പുതിയ ഒരുത്തനെയും കൂടെ കൊണ്ടുവന്നത്. എടാ, ഇവനെ കണ്ടാലേ അറിയാം നിന്നേക്കാൾ വലിയ ഉടായിട്ടാണ്. ഇങ്ങോട്ട് നോക്കിയേ, ഇന്നത്തെയും കൂടെ കൂടി 2430 രൂപയും നിന്റെ പറ്റി അറിയാവാ? ആട്ടണ്ട, എപ്പ തരും? എനിക്ക് ഇപ്പൊ അറിയണം. പാത്രം വേണ്ടി വരുമോ? ഞാൻ നാളെ തരാം. നാളെ തരാം. എന്നെ കൊണ്ടൊന്നും ബ്രോ, അപ്പൊ എല്ലാം ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ പുറത്തുണ്ടാവട്ടാ. ഇന്നലത്തെ ഡീൽ. എന്താണ് വരാത്തത്? ഈ കഷ്ടകാല സമയത്ത് സത്യം പറഞ്ഞ നടക്കണം. എന്തൊരു ടാസ്ക്കാണ്. വേർത്തുപോയി. എവിടെ ഉണ്ടായിരുന്ന വരണ്ട? വന്നുണ്ട്.
ഡീസന്റ് ആയിരിക്കും ഞാൻ ഇന്നലെ നിങ്ങളോട് വാക്ക് പറഞ്ഞുകൊണ്ടാണ് ആനന്ദേട്ടനോട് ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞാൽ പറ്റ് തീർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് 2 ആഴ്ചത്തേക്ക് ഇനിയും ഇങ്ങോട്ടേക്ക് വരണ്ട. പറ്റ് തീർക്കാനുള്ള കാശ് കൊടുത്ത് തീർത്തിട്ട് ഞണ്ണിയോതി എന്നാണ് പുള്ളി പറഞ്ഞത്. അതങ്ങനെയാണ് ബ്രോ. 100 നോണ പറഞ്ഞിട്ട് 101ാമത് എന്ത് പ്രപഞ്ച സത്യം പറഞ്ഞാൽ ആരും ചോദിക്കൂല. അതെ, ഇന്ന് രാത്രി 12 മണി വരെ ഡീസന്റ് അവിടെ പരിപാടി നടക്കുള്ളൂ കേട്ടോ. അതിന്റെ അപ്പുറത്തേക്ക് തന്നെ കൊണ്ട് പറ്റുന്നോളാം. 12 മണി ആയിട്ടില്ല, ആ സമയം ഉണ്ടല്ല നടക്കിങ്ങട്. അതെ, നിങ്ങൾ വല്ല മാടനോ മറുതയോ വല്ല കാട്ടുകന്തരവനാണ്. കണ്ണൊക്കെ നീല നിന്റെ അപ്പൻ തന്തയ്ക്ക് വിളിച്ചല്ലേ? അല്ല, നിങ്ങളപ്പ എനിക്ക് മാത്രമല്ലേ എല്ലാവർക്കും കാണാൻ പറ്റൂലേ? പിന്നെ ഞാൻ മറ്റേ മജിഷ്യൻ രംഗുംപാലല്ല, നിന്നെ മാത്രം കാണിച്ചിട്ട് മറ്റുള്ളവരാരും കാണാതിരിക്കാൻ. ഒന്ന് പോയാടാ കുറവേ. അല്ല, ഞാൻ വിചാരിച്ചോണ്ടിരുന്ന എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് VIP പാസ് ആണല്ലോ മച്ചാന. അല്ലെങ്കിലും VIP പാസ് എടുത്ത് നമ്മളെ കാണാൻ പറ്റുന്നവരൊക്കെ നമുക്ക് പുച്ഛാണ് ബ്രോ. ചേട്ടാ ഒരു ലോട്ടറി എടുക്കട്ടെ. ഓരെണ്ണെടുത്ത് ഞാൻ അടിക്കോ? നീ എടുക്കാൻ പറ്റേ, നിനക്ക് സമയമായിട്ടില്ല. അവരെടുക്കാൻ അടിക്കാൻ സമയമായിട്ടില്ല. നീ പോ നടക്കാങ്ങട്. എന്നൊരു കാര്യം ചെയ്യും, കാശ് വല്ലതാണെങ്കിൽ ചോദിക്കില്ലട്ടോ ബ്രോ. ആകെ ഷോ കൊണ്ടിരിക്കണ പ്രളയമൊക്കെ അടിച്ച് ആകെ സീന് ഫണ്ട് വരാനുണ്ട്. അവിടെ തലസ്ഥാനത്ത് കെട്ടിക്കിടക്കണേ. കാശല്ല, കാശ് പോണ്ട, ഞാൻ പിന്നെ ചോദിക്കാം. ഒരാളെ കൂടി വിശ്വസിപ്പിക്കാൻ പറ്റുമോ? എന്ത്, നിങ്ങൾ ഒറിജിനൽ ആണെന്ന് ഒരാളെയും കൂടി വിശ്വസിപ്പിക്കാൻ പറ്റുമോ? എല്ലാ പാർട്ടിക്കാരൊക്കെ വല്ല ആണോ ബ്രോ? ഭയങ്കര സീനായിട്ട് അവരൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കും. അവർക്കൊക്കെ നിങ്ങളെ വിശ്വാസമാണ്. ഇത് വേറൊരു തന്നെ. അതെനിക്കറിയാം, അവരറിയാതെ നമ്മളെ വിളിക്കാറുണ്ടെന്ന് നമുക്കറിയാം. നടക്കോ? അതൊക്കെ ശരിയാക്കാന്ന്. നീ വാ, ഇവിടെ നീ എന്നെ പണയം വെക്കാൻ പറ്റും കൊണ്ടോന്നാ. ഞാനങ്ങനെ ചെയ്യും. നീ ആ ചമ്പക്കര മാർക്കറ്റില് ചാലോട്ടം നിൽക്കണല്ലോടാ? നോ ബ്രോ. അളിയാ, കള്ളൻ, കരിയും കള്ളൻ. നീ വേഗം പറഞ്ഞു കേട്ടോ. ഇവനെവിടെയോ കണ്ടിട്ടുണ്ടെന്നേ. സെക്യൂരിറ്റി, പോണേക്കര ബെസ്റ്റ് ബേക്കറിലെ സെക്യൂരിറ്റി. സെക്യൂരിറ്റി ഒക്കെയാണ് ബ്രോ, പക്ഷെ നീ ഉദ്ദേശിക്കുന്ന സെക്യൂരിറ്റി അല്ല ഞാൻ. അളിയാ, ഫ്രോഡാണ്. ഇവനെ കണ്ടറിയാ വള്ളിയാന്ന്. നിനക്ക് എവിടെ നിന്നാ ഈ ജാതി വാണങ്ങളൊക്കെ കിട്ടുന്നത്? എടാ, നമുക്ക് തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഞാൻ പറയട്ടെ, നമ്മ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടല്ലോ. നീ പറഞ്ഞ സ്ഥലത്തൊന്നും പറ്റല്ല. അത്ര എടുപ്പല്ല. ഡബിളാ പോയി പോകും. അത്ഭുതം. അയ്യോ, എടാ, അപ്പൊ ഒറിജിനലായിരുന്നല്ലേ? എന്റെ കർത്താവേ, നന്നായിരിക്കട്ടെ. അങ്ങനെ കുടിച്ചോളത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഓർത്ത് ഇവന്റെ ഏതെങ്കിലും ആണ കമ്പനി ആയിരിക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ അങ്ങനെയൊക്കെ പെരുമാറിയത്. ഒന്നും വിചാരിക്കുന്നില്ല. അതെ, ഈ വീട്ടിൽ നിന്നും കാര്യന്നൊക്കെ ഇറങ്ങിപ്പോ നിങ്ങൾ പറഞ്ഞപ്പോഴേ ഞാൻ വിശ്വസിച്ചില്ല കേട്ടാ. വേറൊന്നുമില്ല, ഞാൻ നോക്കുമ്പോ കാണണ്ടല്ല, അതുകൊണ്ടാണ് വിശ്വസിക്കാഞ്ഞത്. സോറി. അതൊന്നും സീനില്ല ബ്രോ. എന്നൊരു കട്ടനടിക്ക്. എനിക്ക് വേണ്ടേ നിന്റെ കട്ടൻ. നീ തന്നെ കുടിച്ചോ. നീ കുറച്ചേക്ക് കാശ് വയ്ക്കും. രാവിലെ അവിടെ നിന്ന് കദളിപ്പഴമൊക്കെ അടിച്ചേറ്റിയപ്പോ ഒന്നും തോന്നിയില്ലേ? കദളിപ്പഴം നീ പറയണ്ട, കദളിപ്പഴം നമ്മുടെ വീക്കെൻഡ്സ് ആദ്യമേ കയറി പിടിക്കണ്ടത്. ഞാൻ അങ്ങനെ ആർക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാറൊന്നുമില്ല. അതെനിക്കറിയാം. ഞാൻ കുടിച്ചോളാം. ഓ കുടിച്ചോ. അല്ല, ഈ ഫോട്ടോയിൽ കാണുമ്പോഴേ കുറച്ചുകൂടി പൊക്കോ കളറൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? ഞാൻ ചോദിച്ചായിരുന്നു അതൊക്കെ. ഞാനല്ല മച്ചാനെ, ഒരു സ്റ്റൂൾ ഇട്ടിട്ട് ഫോട്ടോ എടുക്കുമ്പോ എന്റെ മേളിൽ കയറിയിരിക്കും. എങ്ങനെയുണ്ട്? പോയാടാപ്പാ. തൊലിയുടെ കളറും പേരിന്റെ അടുത്ത വാലൊക്കെ അല്ല നിന്റെ ഒക്കെ പ്രശ്നം. ഇത് സീനാണ് ബ്രോ. വേണ്ട, അക്കളി വേണ്ട. അവസാനം നീ കണ്ടുപിടിച്ചല്ലേ? കപ്പലിലേക്ക് എനിക്ക് വേണ്ട ബ്രോ. ഈ സാധനം ഒന്നും കഴിക്കൂലേ? അല്ലേ പറഞ്ഞ കദളിപ്പഴം മാത്രമേ കയറുള്ളൂ. അതെ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ചോദിച്ചോ. നിങ്ങക്ക് ഈ 16 ഭാര്യമാരൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നേരാണ്? അല്ല, നമുക്കൂടെ ഓരോരുത്തരെ പോലും സഹിക്കാൻ പറ്റില്ല. എന്റെ ബ്രോ, അതൊക്കെ ആൾക്കാർ വെറുതെ പരദൂഷണം പറഞ്ഞ ഉണ്ടാക്കിയതാണ്. നമുക്ക് ഒറ്റ ഭാര്യകള് ഇപ്പൊ വന്ന് പവക്കും നമ്മളെ ഡൗട്ടായി തുടങ്ങി. ബ്രോ, സീനൊന്നാലോചിച്ച് നോക്ക്. നീ ചിരിക്കണ്ട, നീ ചിരിക്കാറുമ്പോ ഞാൻ പറയാം. അതെ, നിങ്ങളുടെ പരിപാടികളൊക്കെ കിടക്കുമ്പോ ഈ അമ്പലത്തിന്റെ പേരിൽ പരുന്ത് വട്ടത്തിൽ പറക്കണതിന്റെ കാര്യം എന്താ? ചെറിയ ഡൗട്ടാണ്. എന്റെ കൂടെ നീ ഒരു 10 മിനിറ്റ് വീടിന്റെ പുറത്തിറങ്ങി മേലോട്ട് നോക്ക്. മിനിമം ഒരു 5 പരുന്തിനെങ്കിലും നിനക്ക് കാണാൻ പറ്റും. അത് വല്ല ഏരിയ എടുക്കാൻ വേണ്ടി നടക്കണേക്കും ബ്രോ. എല്ലാ ഏണിയും എന്റെ തലയെ കൊണ്ട് ഇട്ടേണേ ഇങ്ങനെ. ഇതിലോറമ്പോളാണ്ട. ആ, ശരിയാണ്ടാ. ഈ നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങാറില്ലേ, ഈ കർത്താവും പുണ്യാളൊന്നും? മിക്കവരും ഇറങ്ങാറുണ്ട് ബ്രോ. പിന്നെ കർത്താവ് ഇങ്ങനെ ഇറങ്ങാറുണ്ടോ? ഉണ്ട് ബ്രോ. മൂപ്പര് രാവിലെ എല്ലാരും വരെ പോയേക്കണല്ലേ വള്ളി വിളിക്കാൻ വേണ്ടി. പുള്ളിയുടെ വള്ളി വിളിക്കാൻ പുള്ളി തന്നെ പോയേക്കണം. അതേന്ന്
പാവപ്പെട്ട കോളനിക്കാരെ ഒഴിപ്പിച്ചിട്ട് അവിടെ പല്ല് വീണതേക്കണം. മൂപ്പര് കുടിക്കോ? മൂപ്പര് ഒറ്റ ചൂടാണ് മുടിയും വലിച്ചു കെട്ടിങ്ങ വരും. അത് വരാം. രണ്ടു തരം വിളി പറക്കൂലട്ടാ. അതിനൊക്കെ ഇതോ നിനക്കൊരു പണി വന്നുണ്ട്. നീ പുള്ളിനെ വണ്ടിയുടെ അകത്ത് കെട്ടി തൂക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടല്ലേ. പുള്ളി ഇവിടെ തലറങ്ങി വെറുതെ സീനാണ്. ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് മച്ചനാരിടും. അയ്യോ അത്യാവശ്യം മതി. അയ്യോ മച്ചാനെ, അല്ല ഭഗവാനെ, എന്തൊക്കെ തിരഞ്ഞു കൊടുക്കുന്ന അറിയാമ്പളത്തോണ്ടാണ്ടാ എന്തെങ്കിലും വേണോന്ന് നോക്കാത്ത. ഒന്നും വിചാരിക്കരുത്. നമ്മക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മളെ കുജൽ ബ്രോ നമുക്ക് പച്ചവള കൊണ്ട് തന്നത് നമ്മ വാരി വലിച്ചടിച്ചില്ലേ. ഇനി വരുമ്പോ നിന്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകണടാ കൊച്ചു കള്ള. കഴിക്കട്ടെ മച്ചാമരെ. ഞാൻ പോയിട്ട് വരാം. ചെറിയൊരു മെയിനസ് പണിയുണ്ട്. പണിയും കഴിഞ്ഞാൽ ജംഗ്ഷനിലുണ്ടാവും. പറഞ്ഞത് മറക്കണ്ടട്ടാ. എഴുതപ്പി പോട്ടെ. ആയിക്കോട്ടെ. ആ ബുള്ളറ്റിലൊന്നും ആരാന്നറിയാമോ? ഗണപതിയാടാ, ഗണപതി. നിനക്കെങ്ങനെ അറിയാം? ആ കൊടവരുണ്ടില്ലേ? എന്നിട്ട് തുമ്പിക്കൈന്ന് കാണാനല്ല. അതൊക്കെ മറച്ചു വെച്ചേക്കായിരിക്കും. യാര്? കൃഷ്ണനാ? എടിയാലെ സത്യം കിട്ടും. ഒരു 5 മിനിറ്റും പുള്ളി എന്റെ അടുത്ത് എൽദോപ്പിരുന്ന് പോയുള്ളൂ. സത്യം കിട്ടും. എന്റെ അച്ഛനാണ് സത്യം. ഇപ്പൊ ആണെങ്കിൽ ഒരു പുതിയ ഡോക്ടർ വന്നിട്ടുണ്ട്. ആദ്യമേ കാണിച്ചാ നമുക്ക് ചികിത്സ മാറ്റാം. ഉനക്കേ കടം വാങ്ങി വാങ്ങി പൈറ്റം പിടിച്ചു പോച്ചാ നിന്റെ അച്ഛൻ. ഞാൻ പറയണമെന്ന് നീ മനസ്സിലാക്കും. ഞാനേ ഇപ്പൊ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങി വന്നതാ. ഒരുപാട് വേലയർക്ക്. ഇങ്ങനെയാണ് ഡെങ്കിപ്പനിക്കാർ സംസ്ഥാന സമ്മേളനം. നീ ഞാനൊന്ന് പറയട്ടെ. കളമ്പ് കളമ്പ് കളമ്പ്. ആർക്കും പറഞ്ഞിട്ട് മനസ്സിലാവുന്നത്. നിങ്ങൾ ഈ കൃഷ്ണനൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് മുഖത്ത് 5-6 തോളയൊക്കെ ഉണ്ടല്ലോ. എന്താ ബ്രോ, കൊച്ചിയല്ലേ ഫീൽഡിൽ പിടിച്ചിരിക്കണ്ടേ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കൃഷ്ണനായിട്ട് യാതൊരു മാറ്റം. നിന്നെ നിനക്കൊരു തോള കിട്ടുന്ന പണി കാണിച്ചിട്ട് ഇപ്പൊ ഞാൻ പറലോക്ക് സീം വന്ന് ഇപ്പണ്ട്. അതങ്ങോട്ട് നോക്കേ, അതങ്ങോട്ട് അറ്റൻഡ് ചെയ്തോ മോൻ. ഇന്ന് ഡേറ്റ് എത്രയാടാ? 10-ാം തീയതി അമ്മച്ചി. 10-ാം തീയതി എന്ത് വരണമെന്നാടാ ഞാൻ നിന്നോട് പറഞ്ഞേക്കുന്നേ? വാടക മാത്രമല്ല, എനിക്ക് തരാനുള്ള മൊത്തം കാശും. ശരി, കുലുക്കിക്കോ. എന്ത് ശരിയാന്ന്? ഉച്ചയ്ക്ക് ഫുൾ പൈസ ഞാൻ വീട്ടില്. എന്റെ പൊന്നമ്മച്ചിയുള്ള സത്യം പറയാം, എനിക്ക് ഇച്ചിരി കാശ് കിട്ടാനുണ്ട്. പക്ഷെ അത് അടുത്ത മാസം കിട്ടുള്ളൂ. ഒറ്റ പൈസ ബാക്കി വെക്കാതെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നരാം. അച്ഛനാണ് സത്യം. അവസാനമായിട്ടൊന്ന് ക്ഷമിക്കും. ഇത്രനാളും പറഞ്ഞോലല്ല, സത്യസന്ധമായിട്ട് സത്യം പറയണം. എനിക്കറിയായിരുന്നടാ അത്. ഞാൻ നിന്റെ കിടക്കൻ പെട്ടിയൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടേ വീട് ഞാൻ പുതിയതായിട്ട് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. രാത്രി 8 മണിക്ക് മുമ്പേ മൊത്തം കാശ് എന്റെ കൈ കൊണ്ട് തന്നാ നിനക്ക് അവിടെ താമസിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട, 8 മണിക്ക് കാശ് തന്നില്ല മതി. അവനൊരു സത്യസന്ധം വന്നേക്കണ്. 1 മാസം കഴിഞ്ഞുണ്ടാക്കാന്ന്. നീ ഏതാണ് ഇറക്കാ? അഭിനന്ദന്റെ കൂട്ടുകാരാണ് കൊടുക്കേണ്ടതായിരുന്നു. എന്തിനാടാ മറ്റന്നാളുടെ മുമ്പിൽ കിടന്ന് തല്ലു വാങ്ങിക്കണത്? സാറേ, എന്നെ മനസ്സിലായോ? ഞാൻ അമ്പലത്തിൽ കുറച്ച് ചുറ്റിക്കറക്കിയാ വിട്ടെ. അത് ഞങ്ങൾക്കറിയാ. 19 കൊല്ലമായിട്ട് ഞങ്ങള് സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോണ ആൾക്കാരാ. കാശും കുറച്ച് കൂടുതലാ വാങ്ങിച്ചേ. തനിക്കെന്താ കാശിന്റെ അത്യാവശ്യം ഉണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങള് ബാക്കിയോടെ മേടിക്കാതിരുന്നേ. അതൊന്നും കുഴപ്പമില്ലടോ കേട്ടോ. ശരി. ഞാൻ അറിഞ്ഞോളഞ്ഞില്ല. കയ്യിലിരിക്കട്ടെ, ഇരിക്കട്ടെ.
പോട്ട് ഉള്ള കാര്യം നീ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. നീ പൊക്കോ, ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഇനി ഇതിന്റെ പേരിൽ കല്യാണത്തിന് വരാതിരിക്കണം. നീ വല്ലതും കഴിച്ചോ? കഴിക്കാൻ കാശുണ്ടാ? ഇരിക്കട്ടെ, രാവിലെ അവിടെ കാണണം. എന്റെ പൊന്നൽ തോപ്പി, മറ്റങ്ങോര് പറഞ്ഞു കേട്ടിട്ട് ഒരു ദിവസം മുഴുവൻ ഡീസൻ്റ് ആയതാ. എനിക്കിനി കിട്ടാത്ത പണിയില്ല, കേൾക്കാത്ത തെറിയില്ല. കൃഷ്ണനാന്ന് പറഞ്ഞിട്ട് അമ്മച്ചനെ പിന്നെ കാണാനുമില്ല. അളിയാ, നീ ഒരു കാര്യം ചെയ്യ്, നേരെ വണ്ടി എടുത്തും കൂടുവാ. സ്ഥാനാവശ്യത്തിനുണ്ട്, 2 അടിച്ചിട്ട് സുഖമായിട്ട് ഇടന്നു. എനിക്കൊരു മൂടില്ലടാ. അളിയാ, ഇതിലും വലിയ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്രശ്നമാണാ. നിങ്ങൾ വാ, ഒറ്റയ്ക്ക് അടിക്കാൻ മൂടില്ല. ഞാൻ അടിക്കണല്ലടാ, നീ അടിച്ചോ, നാളെ കാണാം. നീ എന്തിനു വിളിക്കട്ടാ? എന്നാ ശരി. പിന്നെ അവതരിച്ച നല്ല ടീമാണ് കേട്ടോ. എന്താണ് മനുഷ്യനോട് മര്യാദയ്ക്ക് മാന്യനായിട്ട് ജീവിച്ചു കാണിക്കാന്ന് പറഞ്ഞിട്ട് നല്ലൊരു കിട്ടി. പോരാത്തേനും പെറ്റിയടിയും തെറികളും വേറെ. മണിയപ്പൻ ചേട്ടൻ നിന്നെ തല്ലിയ മാത്രമല്ല ചെയ്തുള്ളൂ. പുള്ളിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ നീ ഗിൽഡാണ്. അതെ, 12 മണി വരെ ഡീസന്റ് ആയിരിക്കും എന്നുള്ള വാക്ക് ഞാൻ പാലിച്ചു. ഇനി നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ പാലിക്കും. കാണിക്കാന്ന് പറഞ്ഞ സാധനം കാണിക്കും, മറ്റു വിശ്വരൂപം കാണിക്കും. നീ നിന്റെ വാച്ചെടുത്ത് നോക്കും വച്ചാനെ. 12 മണിയായി ഇഞ്ഞുകൊണ്ട് 20 സെക്കൻഡ്. ഓ, ഇപ്പൊ ലാസ്റ്റ് സെക്കൻഡ് കൂടി പണി തരാനുള്ള പരിപാടിയാ. ഞാൻ എടുക്ക്. ഊബറോട്ടമാണല്ലോ. നിക്ക് നിക്ക് നിക്ക്, അത് എടുക്കണേക്ക് മുമ്പേ നീ എന്റെ അടുത്ത് വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തോ. ഒരു ഓട്ടം കിട്ടാ കളയണ്ട, നമ്മ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഏകാദശി അല്ലേ, ഉറക്കമില്ലാത്ത രാത്രിയാണ് ഡൂഡേ. നിങ്ങളാണോ ഓട്ടം വിളിച്ചത്? ഊബർ അല്ലേ? അതെ. എങ്ങോട്ട് പോണ്ടേ? ഒന്ന് റെയിൽവേ സ്റ്റേഷൻ പോവാനാ. നിങ്ങളുടെ വണ്ടിയാണോ? എന്താ പറ്റി? അതെ, എന്റെ വണ്ടി വരുന്ന വഴിക്കൊന്നും പഞ്ചറായി. റിപ്പയർ ചെയ്യാൻ നോക്കിയിട്ട് ആരും കിട്ടിയില്ല. ഓ, ഈ രാത്രി 12 അല്ലേ, ഇനിയിപ്പോ ആളെ കിട്ടൂല. രാവിലെ നോക്കി മതി. എന്നാ ഞാൻ കയറിക്കോ, ഞാൻ കൊണ്ടു നോക്കാം. എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യം. അയ്യോ, എനിക്കല്ല, മൂപ്പർക്കാ. ഇതാരാണത്? അതെ ബ്രോ, ഈ നട്ടപ്പാതിരക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ടിരിക്കുന്ന ബംഗാളിനെ കൊണ്ട് ട്രിപ്പ് പോയി കഴിഞ്ഞാൽ കാശ് കിട്ടില്ല ബ്രോ, മൂഞ്ചിക്കും. ഞാൻ പോവാണ്, എനിക്ക് പോയിട്ട് വേറൊരു അത്യാവശ്യ കാര്യം. അയ്യോ എന്റെ പൊന്നു ബ്രോ, അദ്ദേഹം വാർക്ക പണിക്കോ കാനോ കോരാനോ ഒന്നും ബംഗാളിയൊന്നുമല്ല. എന്റെ വീടിന്റെ അടുത്തുള്ളൊരു പ്രസ്സിൽ 10-18 വർഷമായിട്ട് ജോലി ചെയ്യുന്ന, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. മൂപ്പർക്ക് കഴിഞ്ഞ ആഴ്ച കണ്ണിന്റെ ഓപ്പറേഷൻ ആയിരുന്നു, തിമിരത്തിന്റെ. അങ്ങനെയായിട്ട് കാഴ്ച പോയതില് ഓൾറെഡി ഒരു കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഫുള്ളി ബ്ലൈൻഡായി. കാഴ്ച പോയപ്പോ ഉണ്ടായിരുന്ന ജോലിയും പോയി. അതുകൊണ്ട് ആളുടെ നാട്ടിലേക്ക് തിരിച്ചു പോവാ. സോ റെയിൽവേ സ്റ്റേഷൻ പോകുന്ന വഴിക്കായിരുന്നു വണ്ടി പഞ്ചറായത്. അത് ഊബർ വിളിച്ചേ. അമ്മാവ, മാമ, പേര് നാം എന്താണ്? പേര് നാം ക്യാ? ചെവിയും കേട്ടൂടെ കൃഷ്ണ, രാത്രി ബോറടിക്കുമല്ലോ. ഗുലാം റാണ മുഹമ്മദ്. ഗുലാം റാണ മുഹമ്മദ്, നല്ല വലിയ പേരാണല്ലോ. അച്ഛാ, ബടാ സൂപ്പർ നെയിം. അടിപൊളിയേ, സൂപ്പർ സൂപ്പർ നെയിം. മൈ അഭിനന്ദൻ. അഭിനന്ദൻ അഭിനന്ദന്റെ അഭിനന്ദൻ. അഭിനന്ദൻ. അഭി എല്ലാരും
बोलते अभी हाँ മഴ തുടങ്ങിയില്ലേ? മലയാളം മലയാളമൊക്കെ അറിയല്ലേ? ആ എനിക്കിനി ഒരിക്കലും മഴ കാണാൻ കഴിയില്ല. ഈ ചില്ലൊന്ന് താഴ്ത്താമോ? വർഷമായി നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ എനിക്ക് മക്കളെയും പേരക്കുറ്റികളെയും ഭാര്യയെയും ഒന്നും ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്നോർക്കുമ്പോ मैं नहीं रहूंगा. आंखें नहीं रही, नौकरी चलेगी, यहाँ रह के क्या करूंगा? अभिनंदन, നമുക്ക് വേഗം പോകാം. ചായ മതിയോ? എന്നാ ചെല്ലാം. रोड से होकर जाने वाली गाड़ी नंबर 163 വണ്ടി ഒന്ന് മാമ പോവാം. ട്രെയിൻ चलते अंदर. टिकट? हाँ टिकट है. അതവിടെ അവനോട് ഞാനതെ ബാഗൊക്കെ മൊത്തം ഫില്ലാണല്ലോ. എവിടെ ഇരുത്താനാണ് ഇപ്പൊ? കാല് കാലോ അമ്മ വീട്ടൊന്നുമില്ല. ആരെങ്കിലും ഇറങ്ങി കഴിയുമ്പോ ഇരിക്കാട്ടോ. ചേട്ടാ ഒരു ബോട്ടിൽ വെള്ളം. 10 രൂപ. മാമ വാട്ടർ വാട്ടർ ഇത് പിടിച്ചോ. ടിക്കറ്റ് ടിക്കറ്റ്. മാമ ഞാൻ ഗോയിങ്. നമ്മള് ചലത്തെ. ബൈ ബൈ. Mama, hey.
मौसम जैसी बातें ऐसी यादें बन जाती हैं, कितने किस्से रंगीन ऐसे कुछ याद आ जाते हैं। क्यों मुझसे लिया मेरे खुदा, नसीब मेरा दिल ने पूछा, फिर भी कई सपने लिए चलूं मैं रात दिन। कितने सारे सपने देखे हर पल रात दिन। वो बन के सहारा गगन का सितारा, वो बन के सहारा गगन का सितारा, मेरे दिल पे छाया अरमा का उजाला। प्यार का नगमा दिया, सारा गम भुला दिया। कितने सारे ख्वाब देखे रात दिन। रे मगरे सानी रे मगरे सानी सा पा मा पा ग म रे मगरे सानी सा पा मा पा नि सा नि ध प ध म ध प ध म ध प म ग म प ध नि सा रे नि सा ध नि प ध नि सा रे नि सा ध नि प नि ध प ध म ध प म प ग म प ग म प ध नि सा ध नि प ध प ध म प म प ग म प ग म ग रे सा रे ग ग ग रे ग म ग रे सा नि सा रे ग म ग ग ग। क्यों मुझसे लिया हो मेरे खुदा, नसीब मेरा दिल ने पूछा। फिर भी कई सपने लिए चलूं मैं रात दिन। कितने सारे മാമ ലോകത്ത് എവിടെ പോയാലും ഒരു കൊച്ചുകാരൻ വന്ന് പെടും. ഞാൻ അങ്ങോട്ട് പറയാൻ പോയായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ അടുത്ത് നോക്കാം കേട്ടാ, വിട്ടടിച്ച് പോട്ടെ. सुन ले जरा മാമ അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മളിവിടെ എത്തിയല്ലേ. अरे मार्टिन, रास्ते में एक कुआ हुआ करता, किन्नर किन्नर निकल गया क्या? വരുന്ന വഴിക്ക് കിണറും എല്ലാം കഴിഞ്ഞാ പുള്ളി ചോദിക്കണത്. കിണറൊന്നും കഴിഞ്ഞല്ലോ. എവിടാ? ഞാൻ കണ്ടില്ലല്ലോ. तो सीधे जाओ इन्हीं एक पोस्ट ऑफिस आएगा वहाँ रोक। എടാ നേരെ പോയാ ഇടത്തെ സൈഡിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്, അവിടെ നിർത്തിയാൽ മതി. ആണോ? ശരി. और उसके आगे एक पादम है खेत, वो वहाँ मेरा पीला घर है. ആ എടാ അവിടെ ഒരു പാടം ഉണ്ട്, അതിനടുത്ത് എവിടെ വീട്. ആ അപ്പൊ വീടെത്താറായി. വീടെത്തിയിട്ട് മിസ്റ്റർ ഗുലാം റാണ മുഹമ്മദിന്റെ ബീവിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ദാൽപാനി കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നുള്ളൂ. ദാൽപാനി അതെന്തോ? ആ ഇവിടുത്തെ ഗംഭീര ഫുഡാ മാമ. ഗാന പീന അത് കഴിഞ്ഞ് ഞങ്ങൾ ചാന.
ആളെ നിർത്തി പോസ്റ്റ് ഓഫീസ് ലെഫ്റ്റില്. ആ പോസ്റ്റ് ഓഫീസ് എത്തി. ഇത് പോസ്റ്റ് ഓഫീസ്. ആ അതന്നെ. അവിടെ പാടം മഞ്ച വീട്. ഇവിടെ പാടവും മഞ്ഞ വീടൊന്നും കാണാനല്ലോ മാമ. ഇത് പോസ്റ്റ് ഓഫീസ്. അവിടെ പോസ്റ്റ് ഓഫീസ്. അവിടെ പാടം മഞ്ച വീട്. മാമ ഇവിടെ പാടം നോഗർ പ്ലെയിൻ ഗ്രൗണ്ട് വേറൊന്നുമില്ല. മാമച്ചി ഓർക്കോയ് പോസ്റ്റ് ഓഫീസ് ആയ ഇതില് സ്ട്രീറ്റ് റോഡ്. അങ്ങോട്ട് വേറെ വഴിയുണ്ട്. इधर नीचे महावीर किराना मिलेगा. കിരാനെ കട 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 നേരെ വേറെ കടയുണ്ടെന്ന് മഹാവീർ, അങ്ങോട്ട് വിട്ടാൽ മതി. ചെളിയാണല്ലോ. അളിയാ സൂക്ഷിച്ചേട്ടാ, പുത്തൻ വണ്ടിയാണേ. ടയറൂരി തലയിൽ വെച്ചാടാ. क्या तो अंदाजा लगा सकता कि मेरा घर का मेहमान छोरा होगा या छोरी. എന്താടാ മാമൻ പറഞ്ഞത്? എടാ പുള്ളിയുടെ പേരക്കുട്ടിയെ ആണാണോ പെണ്ണാണോ എന്നാ പുള്ളി ചോദിക്കണേ. അതെന്തായാലും ഒരു കുട്ടി ഗുലാമായിരിക്കും മാമ. അവിടെ ഇത് തന്നെ മഹാവീർ കിരാന. रुको रुको. ഇതാണ് മാമൻ പറഞ്ഞിരിക്കുന്ന ആരാ? बगल में हनुमान जी है क्या? ജയഹനുമാൻ ജയഹനുമാൻ. ഉറങ്ങിക്കോ അവിടെ പിടിച്ചാ. മാമന്റെ സ്ഥലത്ത് കേട്ടോ. ഈ മധ്യപ്രദേശത്ത് ആകെ ഒരു ഹനുമാൻജി ഉള്ളുന്നുണ്ടെങ്കിൽ മാമൻ രക്ഷപ്പെട്ടു. നമ്മളും ഏത് കൂതാമാര് ആർക്കറിയാം. योगेश योगेश अभिनंदन, ये मेरे बचपन का दोस्त योगेश्वर. ये अभिनंदन, ये मुझे यहाँ तक लेके आया. नमस्कार. केरल से. तो मैंने अपने आंखें को बैठा योगेश्वर. ये मार्टिन, इसने हमें लिफ्ट दी. योगेश्वर हमें घर ले चलो, इनको घर नहीं मिला. योगेश्वर घर ले चलो ना. योगेश्वर ഞാൻ ഇവിടെയാണ് ജനിച്ചത്. यहीं पैदा हुआ, यहीं बड़ा हुआ. लोगों ने बताया कि गुलाम जी का निधन हो गया. क्या बात कर रहे हो? मैं सच बोल रहा हूँ. इनके साथ भीगा जमीन है. गेहूं इनका हम खा के बड़ा हुआ आज तक. अच्छा अभी शादी क्यों नहीं किया? हाँ तो परिवार 3 लड़के. എന്താണ് മാട്ടി? എടാ നമുക്ക് വഴി തെറ്റിയല്ലോ കേട്ടോ, നമുക്ക് പണി കിട്ടിയതാ. ഗുലാംജിയുടെ വീടൊക്കെ പോയി. കാര്യം പറ. എടാ ഇവരെ ഓർത്തോണ്ടിരിക്കണ 4 വർഷം മുന്നേ ഗുലാംജി മരിച്ചുപോയെന്നാണ്. അങ്ങനെയാണ് പുള്ളിയുടെ ഭാര്യയും പിള്ളേരോട് നാട്ടുകാരോടൊക്കെ പറഞ്ഞേക്കണത്. പറഞ്ഞേക്കുന്നെന്ന് പറഞ്ഞാ 4 വർഷം മുമ്പേ ഗുലാംജിക്ക് എന്തോ ആക്സിഡന്റ് ആയെന്നും പറഞ്ഞ് പുള്ളിയുടെ ഭാര്യ മക്കൾ നാട്ടിലോട്ട് പോയിരുന്നു. പിന്നെ തിരിച്ചു വന്നിട്ട് അവരുണ്ടാക്കിയ കഥയാണ് ഇതൊക്കെ. ബോഡി തിരിച്ചുകൊണ്ടുവരാൻ പറ്റാത്ത കണ്ടീഷനായ കാരണം അവിടെ തന്നെ അടക്കിയെന്നാണ് ഇവിടെ നാട്ടുകാരോടൊക്കെ പറഞ്ഞേക്കണത്. പിന്നെ നാട്ടുകാരൊക്കെ വിളിച്ച് അവരെല്ലാ കർമ്മങ്ങളൊക്കെ നടത്തി. गुलाम जी मेरे बिल्कुल बड़े भाई की तरह थे, इसलिए गांव में जो कुछ भी क्रियाक्रम हुआ उसमें मैंने अपने हाथों से भाग लिया है. എടാ അവർ പുള്ളിയുടെ മരണ സർട്ടിഫിക്കറ്റും പേപ്പറും ഒക്കെ ഉണ്ടാക്കി പുള്ളിയുടെ സ്ഥലവും വീടും ഒക്കെ വിറ്റ് ടൗണിലേക്ക് പോയി. ഇപ്പൊ നല്ല സെറ്റപ്പിലാന്ന് ഇവർ പറയണത്. मैं तो बिल्कुल भी समझ नहीं पा रहा हूँ कि ये सब उन्हें कैसे बताऊं. പുള്ളിക്ക് അറിയാൻ പാടില്ലടാ ഇതൊക്കെ ഇനി എങ്ങനെ ഗുലാംജിയോട് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന്. ഒഴിവാക്കിയതാടാ പുള്ളിനെ. പറയണോടാ, പുള്ളി അറിയണോ? അവരോട് അടുത്ത ടൗണിലാണ് താമസിക്കണം. ഞാൻ മാമനോടെ കൊണ്ടുവന്നാക്കാം. ഞാൻ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. വേണ്ട, അവിടെ എനിക്കൊരു സ്ഥാനവും ഇല്ല. वो मुझे सब दफना चुके हैं. मैंने भी तो उनकी बिल्कुल परवाह नहीं की. मैंने आज तक अपने बच्चों को कुछ नहीं दिया. अब जो कुछ भी है सब इसमें है. कितना है मुझे नहीं मालूम.
ഇത് അഭി എടുത്തു. എനിക്കിത് ആവശ്യമില്ല. अभी मार्टिन, तुम तो दूसरी ओर जा रहे हो ना? तिरछी पको. अभी 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 നിനക്ക് ആ പുള്ളിയോട് കൊണ്ടുവരായിരുന്നില്ലടാ? നീ അടിക്കണൂല്ലേ? ഒരു മൂടില്ലടാ. എനിക്കും വേണ്ട. നാളെ കാണാം. ഇവിടെ ഉണ്ടായിരുന്നാ? ഒരു പോക്ക് അങ്ങോട്ട് പോയിട്ട് പിന്നെ കണ്ടിട്ടില്ലല്ലേ? നീയല്ലേ എന്നെ കാണാതിരുന്നത്? അല്ലാതെ അറിഞ്ഞായിരുന്നാ? ഞാൻ മധ്യപ്രദേശൊക്കെ പോയി കറങ്ങിയിട്ടാണ് വന്നത്. അറിയാം. ആഹാ, ഒരു ടീമിനെ അവിടെ കൊണ്ട് ഞാൻ ആക്കിയിട്ടുണ്ട്. പുള്ളി ഇനി ബ്രഹ്മാവാണോ മഹാവിഷ്ണു ആണോ അതോ ഇനി വല്ല ഗന്ധർവനാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. വന്ന് ആരെ കണ്ടാലും ദൈവമായിട്ട് പോകുന്ന അവസ്ഥയിലാണ് വന്നു വിട്ടിരിക്കുന്നത്. ഫുള്ള് ഡൗട്ട്. എടാ ബി, നിന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയാ നിന്റെ പ്രശ്നങ്ങളും കഴിഞ്ഞതാ. ഓ, പിന്നെന്താ? പുതിയ വല്ലോ ടാസ്ക് ആണെങ്കിൽ മഴ വരാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു. നിനക്കെന്റെ വിശ്വരൂപം കാണണ്ടേ? നീ വിചാരിക്കണ പോലെ ദൈവത്തിനെ കാണണ്ടേ നിനക്ക്? ഓ, പറ്റിയ ത്രാണിയിലല്ല ഇപ്പൊ. നിങ്ങളെ വല്ലപ്പോഴൊക്കെ ഇറങ്ങും, നമുക്ക് ഇങ്ങനെ സംസാരിച്ചിരിക്കാം. ഇല്ല, നീ കാണണം. അഭിനന്ദ, നീ അന്വേഷിക്കുന്ന ദൈവത്തെ നിനക്കിവിടെ അല്ലാതെ എവിടെയും കാണാൻ പറ്റില്ല. നീ തന്നെയാണ് ദൈവം, നീ തന്നെയാണ് വിശ്വരൂപം.
मौसम जैसी बातें ऐसी यादें बन जाती हैं, कितने किस्से रंगीन ऐसे कुछ याद आ जाते हैं। क्यों मुझसे लिया वो मेरे खुदा, नसीब मेरा दिल ने पूछा, फिर भी कई सपने लिए चलूं मैं रात दिन, कितने सारे सपने देखे हर पल रात दिन। सुन ले जरा, वो बन के सहारा गगन का सितारा, वो बन के सहारा गगन का सितारा, मेरे दिल पे छाया अरमा का उजाला, प्यार का नगमा दिया, सारा गम भुला दिया, कितने सारे ख्वाब देखे रात दिन। रे मगरे सानी रे मगरे सानी सा प म प ग म रे मगरे सानी सा प म प नि सा नि ध प ध म ध प ध म ध प म ग म प ध नि सा रे नि सा ध नि प ध नि सा रे नि सा ध नि प नि ध प ध म ध प म प ग म प ग म प ध नि सा ध नि प ध प ध म प म प ग म प ग म ग रे सा रे ग ग ग रे ग म ग रे सा नि सा रे ग म ग ग ग। क्यों मुझसे लिया ओ मेरे खुदा, नसीब मेरा दिल ने पूछा, फिर भी कई सपने लिए चलूं मैं रात दिन, कितने सारे सपने देखे हर पल रात दिन। रे मगरे सानी रे मगरे सानी सा प म प ग म रे मगरे सानी सा प म प नि सा नि ध प ध म